സദസ്യരെ എല്ലാവർക്കും നമസ്കാരം. അക്ഷരങ്ങളുടെ ഉത്സവത്തിന് തിരിതെളിയുന്ന ഒരു സുന്ദര സായാഹ്നത്തിൽ സ്മൃതിയാനം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന് വേദിയെ അർത്ഥപൂർണമാക്കുവാൻ വന്നിട്ടുള്ള മഹത് വ്യക്തികളെ വേദിയിലേക്ക് വന്നിരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. ഡോക്ടർ MN വിനയകുമാർ, ഡോക്ടർ V ശോഭ, ശ്രീമതി സ്വപ്ന രാമചന്ദ്രൻ, ഡോക്ടർ ജോൺ ജോഫി CF, ശ്രീ ആനന്ദൻ MT, സൂര്യൻ മാസ്റ്റർ, ശ്രീ സൂരജ് ES. കുറച്ച് നിമിഷങ്ങൾ പവന പ്രാർത്ഥനയിൽ ലയിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഏതൊരു ചടങ്ങിന്റെയും ആത്മാവ് അതിന്റെ തുടക്കമാണ്. ആ തുടക്കത്തിന് ഔചിത്യവും ഗാംഭീര്യവും പകരാൻ നമുക്കൊപ്പം ചേരുകയാണ് മാധ്യമലോകത്തെ കരുത്തറ്റ സാന്നിധ്യം. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിന്റെ തന്നെ നാഡീസ്പന്ദനം അറിഞ്ഞ വാർത്തയുടെ ഉപ്പും മഷിയും 3 ദശാബ്ദത്തിലധികം ജീവിതമാക്കിയ വ്യക്തിത്വം. ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തവും വിശ്വാസ്യതയുമുള്ള മാധ്യമ സ്ഥാപനത്തിൽ 30 വർഷത്തിലധികം നീണ്ട ഔദ്യോഗിക ജീവിതം നയിച്ച ശ്രീ ആനന്ദൻ MT. ഈ ചടങ്ങിന് ഔപചാരികമായ തുടക്കം കുറിക്കാനും ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യാനുമായി മാധ്യമ കുലപതി ശ്രീ ആനന്ദൻ MT അവர்களെ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ഞാൻ ക്ഷണിക്കുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയിലെ ഈ ചങ്ങമ്പുഴ ഹാളിൽ വെച്ച് ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ജഗൻ പാത്രമംഗലത്തിന്റെ സ്മൃതിയാനം എന്ന നോവലിന്റെ പ്രകാശന ചടങ്ങിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജഗൻ പാത്രമംഗലം നിവാസിയാണ്. ആംഗലേയത്തെ ബിരുദമെടുത്ത് മെഡിക്കൽ ഫീൽഡിൽ കുറച്ചു കാലം ജോലി ചെയ്തു. ഇത് ജഗന്റെ 2ാമത്തെ നോവലാണ്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഡോക്ടർ V ശോഭ. തൃശ്ശൂർ ജില്ലയിൽ പാവർട്ടിയിൽ ജനനം. P കവിതകളിലെ ഗൃഹാതുരത എന്നീ കൃതിയെ അടിസ്ഥാനമാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നീലേശ്വരം സെന്റർ തുടങ്ങി വിവിധ സർവകലാശാലകളിൽ മലയാളം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. പുത്തേഴ് എന്ന ജീവചരിത്രം കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചു. തുഞ്ചൻ സ്മാരക അവാർഡ് ഗ്രന്ഥരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എന്നിവ കരസ്ഥമാക്കിയിട്ടുണ്ട്. മലയാളം സെറ്റ് മുതൽ നെറ്റ് വരെ വിജ്ഞാന ശേഖര ഗ്രന്ഥം. വീടുമാറുന്നവർ എഡിറ്റിംഗ്. വള്ളത്തോൾ ശിഷ്യനും മകനും പഠനം. സംഗമനത്തിൻ്റെ സൈദ്ധാന്തികൻ MP4 പഠനം. കടലോളം പച്ച നോവൽ എന്നീ ഗ്രന്ഥങ്ങൾ ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ചു. ഡോക്ടർ ശോഭയെ വേദിയിലേക്ക് സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ജഗന്റെ 2ാമത്തെ നോവലായ സ്മൃതിയാനം പ്രകാശനം ചെയ്യാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് എഴുത്തുകാരനും പ്രഭാഷകനും മലയാള സാഹിത്യത്തിലെ കരുത്തുറ്റ ശബ്ദവും ചെറു കഥാകൃത്തുമായ ശ്രീ അശോകൻ ചെരുവിലാണ്. പ്രൈമറി സ്കൂളിൽ അധ്യാപകനായിരുന്ന ഇദ്ദേഹം പിന്നീട് പഞ്ചായത്ത് രജിസ്ട്രേഷൻ ഓഫീസുകളിൽ ജോലി ചെയ്തു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി പ്രവർത്തിച്ചു. 1998 ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ചെറുകാട്, ഇടശ്ശേരി, മുട്ടത്തുവർക്കി, P പത്മരാജൻ, AP കാലക്കാട്, UP ജയരാജ്, CV ശ്രീരാമൻ എന്നീ എഴുത്തുകാരുടെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം ലഭിച്ചു. 2024 വയലാർ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ കാട്ടുകടവ് എന്ന കൃതിക്ക് കിട്ടി. സാംസ്കാരിക കേരളത്തിൻ്റെ ഈ പ്രിയ എഴുത്തുകാരനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ MN വിനയകുമാർ. ശ്രീ വിനയകുമാർ നാടകകൃത്ത്, സംവിധായകൻ, തിരക്കഥാകൃത്ത്. 45 വർഷമായി കഥകൾ എഴുതുന്നു. വീടിനെ ഇരുട്ടു വിഴുങ്ങുന്നു, ജാലോർ ദുർഗ്, ചിണ്ടണ്ടത്തി എന്നീ കഥാസമാഹാരങ്ങളും സ്വർഗത്തിലെ കട്ടുറുമ്പ്, തീവണ്ടണ്ടി എന്നീ ബാലസാഹിത്യ കൃതികളും മറിമാൻ കണ്ണി, യമദൂത്, കുറത്തി, താരം എന്നീ നാടകങ്ങളും രചിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങൾ: കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അബുദാബി ശക്തി അവാർഡ്, ബാല ചലച്ചിത്രങ്ങൾക്ക് സംസ്ഥാന അവാർഡ്, ഫിലിം ക്രിറ്റിക്സ് അവാർഡ്. തൃശ്ശൂർ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസറായിട്ട് സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചു. ഇപ്പോൾ പുരോഗമന കലാസാഹിത്യ സംഘം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയാണ്. ജവഹർ ബാലഭവൻ, ജനഭേരി എന്നിവയുടെ കമ്മിറ്റികളിലും പ്രവർത്തിക്കുന്നു. കേരള സംഗീത നാടക അക്കാദമി അംഗമായിരുന്നു. കഥകളിയിൽ ഡോക്ടറേറ്റ്. ശ്രീ
വിനയകുമാറിനെയും ഡോക്ടർ വിനയകുമാറിനെയും വേദിയിലേക്ക് സസ്നേഹം ക്ഷണിക്കും. ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ജഗന്റെ തന്നെ പാത്രമംഗലത്തിൻ്റെ പഞ്ചായത്തായ വേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സ്വപ്ന രാമചന്ദ്രനെ വേദിയിലേക്ക് സ്വാഗതം. വേളൂർ പഞ്ചായത്തിലെ കുട്ടംകുളം ഗ്രാമത്തിൽ ജനിച്ച് തൻ്റെ കർമ്മപഥത്തിലൂടെ നമുക്കേവർക്കും മാതൃകയായ ഡോക്ടർ ശ്രീ ജോൺ ജോഫിയാണ് ഇന്ന് ഇവിടെ പുസ്തകാവതരണം നടത്തുന്നത്. 1992 സർക്കാർ സർവീസിൽ പ്രവേശിച്ച അദ്ദേഹം വിവിധ വകുപ്പുകളിൽ തൻ്റെ കഴിവ് തെളിയിച്ചു. 2022 വേലൂർ RSRB HSSന്റെ നിന്നും പ്രിൻസിപ്പളായി വിരമിച്ചു. ഒരു മികച്ച ചരിത്രകാരനും ഗ്രന്ഥകാരനുമാണ് അദ്ദേഹം. ദേശപ്പാന നോവൽ, വേലൂരിൻ്റെ ഇന്നലകൾ, വേലൂരിൻ്റെ കയ്യൊപ്പം കാൽപ്പാടും, പ്രാദേശിക ചരിത്ര ഗ്രന്ഥങ്ങൾ, അർണോ സുവാലിയുടെ ജീവചരിത്രം എന്നീ കൃതികൾ രചിച്ചു. സാമൂഹിക പ്രവർത്തനയ്ക്കുള്ള അംഗീകാരമായി 2025 തൃശ്ശൂർ ജില്ലയിലെ മികച്ച സാമൂഹ്യ പ്രവർത്തകനുള്ള ആചാര്യ JC ചിറമൽ പുരസ്കാരം നൽകി നാട് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. സ്നേഹപൂർവ്വം ഡോക്ടർ ജോൺ ജോഫിയെ സ്വാഗതം ചെയ്യും. മികച്ച എഡിറ്റിങ്ങിനുള്ള 2024 ഇറങ്ങിയ കിഷ്കിന്ധാകാന്ഡം എന്ന ചലച്ചിത്രത്തിന് മികച്ച എഡിറ്റിങ്ങിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ ES സൂരജിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ സൂര്യൻ മാസ്റ്റർ, ശില്പി, സ്കൂൾ മാസ്റ്റർ, വിഖ്യാത എഴുത്തുകാരൻ പരേതനായ മാടമ്പ് ശ്രീ മാടം കുഞ്ഞുട്ടൻ്റെ സഹോദരൻ, മലയാള സാഹിത്യത്തിലെ ഏറെക്കുറെ എല്ലാ കൃതികളും വായിച്ച സാമൂഹിക പ്രവർത്തകൻ സൂര്യൻ മാഷെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഷ്റഫ് പാത്രമംഗലം, മീഡിയ പ്രൊഫഷണൽ ഡയറക്ടർ, എഡിറ്റർ, ക്യാമറാമാൻ എന്നീ നിലയിൽ പ്രാവീണ്യം തെളിയിച്ച ഷാർജ ആസ്ഥാനമായി ജോലി ചെയ്യുന്നു. ജഗന്റെ ആദ്യ പുസ്തകം സ്പോൺസർ ചെയ്തു. ഞാൻ ടോക്സ് എന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അഷ്റഫിനെയും സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയ കവിയും കഥാകൃത്തുമായ പാത്രമംഗലത്തെ പലരുടെയും കൂട്ടത്തിൽ എൻ്റെയും ഗുരുവായ അഡ്വക്കേറ്റ് ശ്രീ VN രാമനെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീ രാമൻ മത്സ്യഫെഡിൽ നിന്നും സെക്രട്ടറിയായി വിരമിച്ചു. രണ്ടാമത്തെ ബുക്കാണ്. ആദ്യ ബുക്ക് 2023 നവംബർ മാസത്തിൽ ആദ്യ പുസ്തകമായ ഗൗരി സാഗതം എന്ന നോവൽ ഗ്രീൻ ബുക്ക് പ്രസിദ്ധീകരിച്ചു. ഷാർജയിലായിരുന്നു പ്രകാശനം. ഇത് മുഴുവനായി അഷ്റഫ് പാത്രമംഗലം ഓർഗനൈസിക്കാൻ പറ്റിയ അഷ്റഫാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഷാർജയിൽ എല്ലാവരും ചെയ്തതും. ജഗനൊന്നും അതിന് വേണ്ടി നിന്നിട്ടുള്ളൂ. അപ്പോൾ അഷ്റഫിന് ഒരു പ്രത്യേക താങ്ക്സ്. ഈ ബുക്കിലുണ്ട് കേട്ടോ, ഈ രണ്ടാമത്തെ ബുക്കിലും അഷ്റഫിൻ്റെ കയ്യൊപ്പിട്ടത് പിന്നീടുണ്ട്. ഞങ്ങൾ ഇതാക്കിയിട്ട് രണ്ടാമത്തെ ബുക്ക് എഴുതാൻ പ്രേരിപ്പിച്ചതും പബ്ലിഷ് ചെയ്യാൻ പ്രോത്സാഹിച്ചതും അവർ രണ്ടുപേരാണ്. ഒന്ന് അഷ്റഫ്, ഒന്ന് വിഷ്ണു തൃപ്പൂണിത്തറയിൽ ജോലി ചെയ്യുന്നു. അതിൽ വിഷ്ണു ഇയാളാണ്, അഷ്റഫാണ് ഈ ബുക്കിൻ്റെ എന്താ പറയുക പബ്ലിഷ് ചെയ്യാൻ മുൻകൈയെടുത്ത് നടത്തുന്നത്. രണ്ടുപേർക്കും താങ്ക്സ്, നന്ദി. ഈ ബന്ധ ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി ശ്രീ ആനന്ദനട്ടി. ഈ സുദിനത്തിൽ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഗ്രീൻ ബുക്സിൻ്റെ ചീഫ് എഡിറ്ററായ ആദരണീയ ശ്രീമതി ഡോക്ടർ ശോഭ മാഡമാണ്. അക്ഷരലോകത്തെ അഗാധമായ അറിവും അനുഭവ സമ്പത്തും കൈമുതലായുള്ള അവരുടെ അധ്യക്ഷ പ്രസംഗത്തിനായി ഡോക്ടർ ശോഭ മാഡത്തിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും തന്നെ വളരെ ഗ്രീൻ ബുക്സിനോട് വളരെ അടുപ്പമുള്ളവരും സ്നേഹമുള്ളവരും അതുകൊണ്ട് തന്നെ ഒരു ഔപചാരികത ഇല്ലാതെ ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ട്. പുസ്തക പ്രകാശനം ചെയ്യുന്ന നമ്മുടെ സ്വന്തം അശോകേട്ടൻ, സ്വീകരിക്കുന്ന വിനയകുമാർ, പുസ്തകം പരിചയപ്പെടുത്തുന്ന ജോഫി മാഷ്, എല്ലാവരെയും ഇവിടെ നമുക്ക് ഗ്രീൻ ബുക്സിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. പ്രത്യേക പരിചയപ്പെടുത്തലുകളോ വിശേഷണങ്ങളോ ആവശ്യമില്ലാത്തവരാണ് വേദിയിലിരിക്കുന്ന പ്രഗത്ഭർ. ജഗൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ്.
ഗൗരീശങ്കരമാണ് ജഗൻ്റെ ആദ്യത്തെ പുസ്തകം. ഇങ്ങനെ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, ഇത് പ്രസിദ്ധീകരിക്കണം, അതിനെന്താണ് വഴി, എനിക്ക് ഷാർജയിൽ വെച്ച് പ്രകാശനം ചെയ്യുകയും വേണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊള്ളാം എന്നൊരു വാഗ്ദാനത്തോടു കൂടിയാണ് ആദ്യമായിട്ട് ഗ്രീൻ ബുക്സിലേക്ക് കടന്നു വരുന്നത്. അത് വായിച്ചപ്പോൾ ഈ തൃശ്ശൂരിൻ്റെ വടക്കുന്നാഥൻ്റെ എല്ലാ നെക്ക് ആൻഡ് കോണർ എല്ലാ മുക്കം മൂലയും ജഗന് പരിചയമുണ്ടെന്നും അതിനേക്കാൾ ഉപരി സംഗീതത്തിൻ്റെ ഒരു പരിവേഷം ആ നോവലിൽ നിറഞ്ഞിരിപ്പുണ്ടെന്നും കണ്ടപ്പോൾ അത് നമുക്ക് പ്രസിദ്ധീകരിക്കാം എന്ന് തോന്നി. ആദ്യത്തെ പുസ്തകമായതുകൊണ്ട് ചില എഡിറ്റിങ്ങളൊക്കെ ആവശ്യം വന്നു എന്നല്ലാതെ വളരെ മനോഹരമായ ഒരു പുസ്തകമായിരുന്നു ഗൗരി സാർ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സ്മൃതിയാണ്. എനിക്ക് ലോകത്തോട് സമൂഹത്തോട് എന്തോ പറയാനുണ്ട്, അനീതിക്കെതിരെ എനിക്ക് ഇത്തിരി ശബ്ദമുയർത്തണം എന്നാണ് സ്മൃതിയാനത്തിലൂടെ എനിക്ക് ബോധ്യമായത്. ഗൗരീശങ്കർ അങ്ങനെ തോന്നിയില്ല, ഗൗരി സാരംഗി അങ്ങനെ തോന്നിയില്ല. ഇത് ജഗനെ കണ്ടാൽ തോന്നില്ല ഇത്രയും അനീതികളോടുള്ള പ്രതിഷേധം ജഗൻ്റെ ഉള്ളിലുണ്ടെന്ന്. വളരെ സാധുവായിട്ട് ബുക്സിൻ്റെ എഡിറ്റോറിയലിലേക്ക് കടന്നു വരികയും ഇതെഴുതിയപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നി, ഇങ്ങനെയും ഒരു ജഗൻ്റെ ഉള്ളിലുണ്ടല്ലോ. ഇപ്പം ഗ്രീൻ ബുക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിനം കൂടി കൂടുകയാണ്. അതുപോലെ നല്ലൊരു എഴുത്തുകാരൻ ഉണരുകയും കൂടിയാണ്. ജഗൻ്റെ പുസ്തകം അല്ലെങ്കിൽ ജഗൻ്റെ എഴുത്ത് വ്യത്യസ്തമായ കാലത്തിലൂടെ സഞ്ചരിക്കുന്നതാണ്. ആദ്യം ജഗൻ പുസ്തകം കൊണ്ടുവന്നിട്ട് വായിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നത് എനിക്കിനിയും എഴുതാമോ, എഴുതാനുള്ള കഴിവ് എനിക്കുണ്ടോ, ടീച്ചർക്ക് വായിച്ചിഷ്ടമായോ എന്നായിരിക്കും ജഗൻ ആദ്യം ചോദിക്കുന്നത്. വായിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിത്തിൻ 2 വീക്സോ 3 വീക്സിൽ ജഗനോട് പറയുകയും യെസ് നമുക്ക് ചെയ്യാമെന്ന് പറയുകയും എത്രയും വേഗം, അതായത് ജഗൻ പുസ്തകം തന്നിട്ട് എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ ചോദിക്കുക എന്തായി ടീച്ചർ എന്തായി ഒന്ന് പറയൂ. അത്രയും വേഗം തോന്നി എനിക്ക് ഒരു 2 മാസമായിട്ടുള്ളൂ, 2-3 മാസമായിട്ടുള്ളൂ ഈ പുസ്തകം തന്നിട്ട്. അപ്പോഴേക്കും പുസ്തകം വേണം, പ്രകാശനം ചെയ്യണം, ഇങ്ങനെ ഒരു തിരക്കുള്ള ഒരു കുട്ടിയാണ് ജഗൻ. വളരെ നല്ല എഴുത്താണ്, നല്ല പയ്യനാണ്. അതുകൊണ്ട് മാത്രമാണ് 4 മണിക്ക് ഓഫീസിൽ നിന്നിട്ട് ഞാൻ വരുന്നത്. വരാതിരിക്കാൻ പറ്റില്ല എന്ന ചില തോന്നലുകൾ ചില ആളുകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഉണ്ടാകുമല്ലോ, അതിലൊരാളാണ് ജഗൻ. അപ്പോൾ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ല. അത് ജോലി തിരക്കിലായാലും ഇത് എൻ്റെ നാട്ടിൽ വെച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാണ് ജഗൻ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജഗന് ഇനി എഴുതാൻ കഴിയും, എഴുതണം. ഇത്രയും നല്ല സദസ്സ്, ജഗൻ്റെ നാട്ടുകാരുടെ സ്നേഹം, എഴുത്തിനോടുള്ള സ്നേഹം, ജഗനോടുള്ള സ്നേഹം എല്ലാം കൂടി ഒരുമിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പ്രകാശനം ചെയ്യാൻ കിട്ടിയിരിക്കുന്ന എല്ലാവരും, പ്രകാശനം ചെയ്യാനായാലും പുസ്തക വിചാരമായാലും ആശംസകളായാലും വിശിഷ്ട സാന്നിധ്യം കൊണ്ടും എല്ലാവരും വളരെ പ്രഗത്ഭരാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അശ്വരൻ്റെ തിരക്കിലൊക്കെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വരുമോ എന്നൊക്കെ ഞാൻ സംശയിച്ചിരുന്നുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ നീണ്ട നിര കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അത് ജഗൻ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹവും അത് എഴുത്തിനോടുള്ള സ്നേഹവുമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഗ്രീൻ ബുക്സിൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നാം ഏവരും കാത്തിരിക്കുന്ന ആ സുന്ദര മുഹൂർത്തം, സ്മൃതിഗാനം എന്ന നോവൽ മലയാള വായനാ ലോകത്തിന് സമർപ്പിക്കപ്പെടുന്ന പുണ്യനിമിഷം. ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയ കഥാകാരനും വാക്കുകളുടെ കരുത്തറിയുന്ന പ്രഭാഷകനുമായ ശ്രീ അശോകൻ ചെരുവിൽ അവർകളാണ്. അദ്ദേഹത്തിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങുന്നത് സാഹിത്യകാരനും വിശിഷ്ട വ്യക്തിത്വവുമായ ഡോക്ടർ വിനയകുമാർ സർ. അക്ഷരങ്ങളുടെ ഈ വിരുന്നിന് ചരിത്ര മുഹൂർത്തം സമ്മാനിക്കാൻ പുസ്തക പ്രകാശനത്തിനായി ശ്രീ അശോകൻ സാറിനെയും സ്വീകരിക്കാനായി ഡോക്ടർ വിനയകുമാർ സാറിനെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഗ്രീൻ ബുക്സിൻ്റെ എഡിറ്റർ ശോഭ,
വേദിയിലിരിക്കുന്ന മറ്റ് ബഹുമാനികളായിട്ടുള്ള സുഹൃത്തുക്കളെ, ജയൻ പാത്രമംഗലത്തിൻ്റെ സ്മൃതിയാനം എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്യാനുള്ള സൗഭാഗ്യമുണ്ടായത്. ഈ പുസ്തകം മുഴുവനായിട്ട് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിമിതി എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സാമാന്യം വലിയ നോവലാണ്. അത് നേരത്തെ തന്നെ ഇവിടെ സാഹിത്യ അക്കാദമിയിൽ വെച്ചിരുന്നെങ്കിൽ പോലും അത് കൈപ്പറ്റാൻ വൈകി. വാസ്തവത്തിൽ ഇന്നാണ് ഞാനിവിടെ വന്നത്. കുറേ ദിവസങ്ങൾ മുടക്ക് ദിവസമൊക്കെ ആയതുകൊണ്ട് കിട്ടിയ സമയം കൊണ്ട് കുറേ ഭാഗങ്ങൾ വായിച്ചു. നേരത്തെ പറഞ്ഞ പോലെ നോവലിലെ ഒരു നോവൽ സാഹിത്യം പല വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പല രൂപത്തിലാണ് അതിൻ്റെ രചന നിർവഹിക്കപ്പെടുന്നത്. നമ്മുടെ നോവൽ മലയാളത്തിൽ വന്നിട്ട് കുറേ വർഷങ്ങളായി. വളരെയേറെ വിശിഷ്ടങ്ങളായിട്ടുള്ള പല രചനകളും ഉണ്ടായി. ലോക സാഹിത്യത്തിലെ പലപ്പോഴും ഈ ഒരു സാഹിത്യശാഖ നമ്മൾ വിദേശത്തു നിന്ന് സ്വീകരിച്ചതാണ്. ആദ്യത്തെ നോവലായിട്ടുള്ള ലക്ഷണം മുത്തയ നോവൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ചന്തുമേനോൻ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷിലുള്ള നോവൽ ബുക്കുകളുടെ മാതൃകയിൽ ഒരു ബുക്ക് എഴുതണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അതേപോലെ തന്നെ ഇംഗ്ലീഷ് അറിയാത്തവർക്കും വേണ്ടി ഒരു പുസ്തകം എഴുതണമെന്നുള്ള വിചാരത്തോടു കൂടിയാണ് ഇന്ദുലേഖ എഴുതിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ തുടക്കം മുതലേ തന്നെ പാശ്ചാത്യ അല്ലെങ്കിൽ വിദേശ നോവലിൻ്റെ മാതൃകകളെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് സ്വതന്ത്രമായ പല വഴികളിലൂടെയും മലയാള നോവലിന് പോകാൻ കഴിഞ്ഞു. ഇപ്പോൾ വളരെ സജീവമാണ് മലയാളത്തിലെ നോവൽ സാഹിത്യം. ധാരാളം നോവലുകൾ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ധാരാളം വായനക്കാരുമുണ്ട്. നോവലിൻ്റെ രംഗത്ത് വലിയ മത്സരമാണ്, വലിയൊരു മാർക്കറ്റാണത്, വലിയൊരു ബിസിനസ്സാണത്. ആ രൂപത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഒരു കാര്യം, ആദ്യ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഇന്ദുലേഖ അല്ലെങ്കിൽ അപ്പു നെടുങ്ങാടിയുടെ നോവൽ മുതലുള്ള വർത്തമാനകാല നോവലുകൾ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും വഴികൾ നമ്മളിപ്പോഴും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ മാതൃകകൾ, അതിൻ്റെയൊക്കെ രീതികൾ, അതിൻ്റെയൊക്കെ ഗദ്യ ആഖ്യാന ശൈലികളൊക്കെ തന്നെ ഇപ്പോഴും നോവൽ രചനയിൽ സജീവമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ സ്മൃതിയാനം എന്ന് പറയുന്ന നോവലിൻ്റെ ഒരു പ്രത്യേകത, അത് വളരെ വിശദാംശങ്ങളോടുകൂടി എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം. പലപ്പോഴും ഈ പുസ്തകം ഇപ്പോൾ അത്ര വലിപ്പത്തിലുള്ളൊരു പുസ്തകം ഇത്രയധികം വിശദാംശങ്ങൾ വേണോ രചനയിൽ എന്നുള്ളൊരു സംശയം വാസ്തവത്തിൽ വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു തടസ്സമായി തോന്നില്ല. അപ്പം ഞാനത് വായിച്ചപ്പോൾ വിശദാംശങ്ങളൊന്നും തന്നെ നമ്മളെ വായനയെ തടസ്സപ്പെടുത്തുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ വിരസമാക്കുന്നില്ല. വളരെ രസകരമായിട്ട് നമുക്കതിനെ നോക്കിക്കാണാനാവും. പക്ഷേ നോവലിൻ്റെ സാഹിത്യ വിമർശനത്തിൻ്റെ ഒരു കോണിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടായേക്കാം, ഇത്രയധികം വിശദാംശങ്ങൾ വേണം. കാരണം നോവൽ പലപ്പോഴും മലയാള സാഹിത്യത്തിൽ പല ഘട്ടങ്ങളിലും പല രൂപങ്ങൾ ആർജിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ചും നമ്മുടെ ആധുനികത, ഉത്തരാധുനികത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാഹിത്യ പ്രവണതകളുടെ കാലഘട്ടത്തിൽ എല്ലാ സാഹിത്യ രൂപങ്ങളും വളരെ സംക്ഷിപ്തമായിരിക്കണം എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു.
ഞങ്ങളൊക്കെ എഴുതുന്ന കാലത്ത് വലിയ പ്രശ്നമായിരുന്നു അത്. ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ ആഖ്യാനം നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവായിട്ട് പറഞ്ഞത്. അത് കവിതയിലായാലും കഥയിലായാലും നോവലിൽ പോലും എന്ന് പറയുന്നത്. കാരണം നോവലിൽ അങ്ങനെ ആറ്റിക്കുറുക്കി പറയാവുന്ന ഒരു സാഹിത്യ രൂപമല്ല വാസ്തവത്തിൽ. ലോകത്ത് ഒരു സ്ഥലത്തും അങ്ങനെ വിശദാംശങ്ങൾ ഒഴിവാക്കി ആശയ സംവാദങ്ങൾ, ചർച്ചകൾ, പലതരത്തിലുള്ള മാനസിക വ്യാപാരങ്ങൾ, ബോധധാര, ഇത്തരമൊക്കെ സംഗതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നോവൽ ലോകത്തിലെല്ലായിടത്തും പണ്ടുകാലത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും ഇപ്പോഴും തുടരുന്നതുമായിട്ടുള്ള പ്രവണത അതാണ്. പക്ഷെ മലയാളത്തിൽ ഒരു ഘട്ടത്തിൽ വളരെ സൂക്ഷ്മമായും ചുരുക്കിയും ഒക്കെ തന്നെ എഴുതണം. അതിനെ പറയുന്ന ഒരു വാക്കെന്ന് വെച്ചാൽ ആറ്റിക്കുറുക്കിയെടുക്കുക എന്നുള്ള ഒരു ശൈലിയാണ്. വാസ്തവത്തിൽ നോവല്, കവിതയൊക്കെ തന്നെ ആറ്റിക്കുറുക്കി എടുത്തോട്ടെ, കഥയും വേണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നോവൽ കഴിയില്ല. കാരണം നോവൽ എന്ന് പറയുന്നത് വിശദാംശങ്ങളുടെ ഒരു സാഹിത്യ രൂപമാണ്. ഈ നോവൽ വായിച്ചപ്പോൾ എനിക്കത് തോന്നി, എന്തുകൊണ്ട് ഈ നോവൽ പ്രസക്തമാകുന്നു, എന്തുകൊണ്ട് ഈ നോവലിൻ്റെ രചനാരീതി നമുക്കൊരിക്കലും ഉപേക്ഷിക്കാനാവാത്ത ഒന്നായിത്തീരുന്നു. അപ്പോൾ നമ്മളൊക്കെ വളരെ കാലം മുമ്പേ നമ്മുടെയൊക്കെ ചെറുപ്പകാലഘട്ടത്തിൽ വായിക്കുന്ന ക്ലാസിക് നോവലുകളെ എടുത്ത് പരിശോധിച്ച് നോക്കാം. മലയാളത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ക്ലാസിക് നോവലുകൾ ഇന്ത്യൻ സാഹിത്യത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് ഹിന്ദിയിൽ നിന്നും ഉറുദുവിൽ നിന്നും, അതുപോലെ തന്നെ വിശേഷിച്ചും ബംഗാളിയിൽ നിന്നൊക്കെ തന്നെ വിവർത്തനം ചെയ്ത് കിട്ടിയിട്ടുള്ള ബൃഹത് ആഖ്യായികളാണ് നമ്മൾ ആവേശത്തോടു കൂടിയാണ് വായിച്ചത്. ഇവിടെ ആറ്റിക്കുറുക്കിയ സാധനം ഇവിടെ നമ്മൾ ഉണ്ടാക്കുകയും വായിക്കുന്നത് ബൃഹത് ആഖ്യാനങ്ങളായിരുന്നു. അപ്പോൾ 1970-കളിലൊക്കെ ഞങ്ങൾ ഈ ആറ്റിക്കുറുക്കിയ സാഹിത്യത്തെക്കുറിച്ചൊക്കെ സാഹിത്യ ചർച്ചകളും ശില്പശാലകളൊക്കെ നടക്കുന്ന കാലത്ത് മനുഷ്യൻ വായിച്ചിരുന്നത് ബിഗം മേരി വിശ്വാസ് പോലെയുള്ള നമ്മുടെ വിമൽ മിത്രയുടെ അതിബൃഹത്തായ നോവലുകൾ, 20-ാം നൂറ്റാണ്ട് നിറം പിടിപ്പിച്ച നുണകൾ നമ്മുടെ യശ്പാലിൻ്റെ, അതുപോലെ തന്നെ ഭീഷ്മ സാഹിനിയുടെ നോവൽ, അതുപോലെ അങ്ങനെ മുൻഷിയുടെ നോവൽ, ഇത്തരത്തിലുള്ള നോവലുകളാണ് വായിച്ചത്. അതുകൂടാതെ തന്നെ പണ്ട് അതിനൊക്കെ വളരെ മുമ്പ് എഴുതപ്പെട്ടുള്ളതാണെങ്കിലും മലയാളത്തിൽ എല്ലാ കാലഘട്ടത്തിലും സജീവമായി വായിക്കപ്പെട്ടിരുന്ന നമ്മുടെ പാവങ്ങൾ, ആലപ്പാട്ട് നാരായണൻ്റെ വിവർത്തനം, അതുകൂടാതെ ടോൾസ്റ്റോയുടെ കൃതികൾ, എടപ്പള്ളി കരുണാകരമേനോൻ്റെ വിവർത്തനം, NK ദാമോദരൻ്റെ വിവർത്തനം ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള നോവലുകൾ. ആ നോവലുകളൊക്കെ ഇന്നും വായനയിൽ വളരെ മുന്നിൽ നിൽക്കും. അപ്പോൾ അതിലൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിശദാംശവും അവിടെ വിട്ടുകളയില്ല. കഥാപാത്രങ്ങൾ നടന്നു പോകുന്നു, അവർ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അവർ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അവർ പലപ്പോഴും സുഹൃത്തുക്കളോട്, കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പകർത്തുന്നു. അതുകൊണ്ടൊന്നും ഒരു തരത്തിലുള്ള അപഭ്രംശവും അല്ലെങ്കിൽ എന്താ പറയുക സാങ്കേതികമായ തകരാറും നോവൽ സാഹിത്യത്തിന് വന്നുവിട്ടിട്ടില്ല. പക്ഷെ നമ്മൾ വളരെ കരുതലോടുകൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദുലേഖയെ പോലും നമ്മൾ അങ്ങനെ വെറുതെ വിട്ടിട്ടില്ല. കാരണം അതിലൊരു 18-ാം അധ്യായം ഉണ്ട്. ഈ 18-ാം അധ്യായം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ സമകാലിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒരു ചർച്ചയാണ്. ആ ചർച്ച ആ നോവലിന് ആവശ്യമായിരുന്നു, അത് ഉപേക്ഷിക്കേണ്ടതല്ലേ എന്നിങ്ങനെയുള്ള വലിയ ചർച്ചയൊക്കെ ആ കാലഘട്ടത്തിലാണ്. പക്ഷേ ബ്രദേഴ്സ് കർമ്മസോവോ അല്ലെങ്കിൽ അതുപോലുള്ള കൃതികളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിലൊക്കെ തന്നെ ഇത്തരം ചർച്ചകളൊക്കെ എത്രയോ ഉണ്ട്. പാവങ്ങൾ നോവലിലും ഉണ്ട്. ആ കാലഘട്ടത്തിൽ സാമൂഹ്യ വിഷയത്തെ സംബന്ധിച്ച്, മതത്തെ സംബന്ധിച്ച്, മതവിമർശനം, അതുപോലെ തന്നെ ഭൗതികവാദം, ആത്മീയത, മനുഷ്യൻ മരണത്തിന് ശേഷം മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചുള്ള നീണ്ട ഉപന്യാസങ്ങൾ നമുക്ക് ആ കൃതിയിൽ കാണാം. ഒട്ടും തന്നെ നമുക്ക് മുഷ്കില്ലാതെ. തന്നെയുമല്ല അതിലൊക്കെ ഇപ്പോൾ ബ്രദേഴ്സ് കർമ്മസോയിൽ സഹോദരന്മാർ തമ്മിൽ അല്ലെങ്കിൽ അവരുടെ അച്ഛനോടൊക്കെ സംസാരിക്കുന്ന ആ ഒരു സംഭാഷണം തന്നെ ഒരുപക്ഷെ അച്ഛൻ മകനോട് സംസാരിക്കുന്നത് ചിലപ്പോൾ 4-5 പേജുണ്ടാവും. വായിച്ചവരൊക്കെ അത് ഓർമ്മയുണ്ടാവും. 4-5 പേജിൽ. സാധാരണ വീട്ടിൽ അങ്ങനെ ആരും സംസാരിക്കുന്നു തോന്നുന്നില്ല. ഇനി റഷ്യയിൽ അങ്ങനെ സംസാരിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അച്ഛൻ മകനോട് ഒരു മണിക്കൂറൊക്കെ നീണ്ട സംഭാഷണം നടത്തും. പക്ഷെ അതിൽ ഉൾച്ചേർത്തിരിക്കുകയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോവൽ അങ്ങനെയാണ്.
വിശദാംശങ്ങൾ വിട്ടുകളയാനല്ല. കാരണം ഒരാശയം പ്രസരിപ്പിക്കുക അല്ലെങ്കിൽ ആ ആശയം വിശദമാക്കുക, ഒരു കഥ ചുരുക്കി പറയുക എന്നുള്ളതല്ല നോവലിൻ്റെ ഒരു വഴി. ഇപ്പോൾ നമ്മൾ സ്മൃതിയാനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ അതിലെ ആദ്യത്തെ അധ്യായങ്ങൾ ഒരു ഫാർമസിസ്റ്റായിട്ടുള്ള ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പാന അമ്പലത്തിൽ നടത്തുന്ന ആളാണ്. അവിടേക്ക് പോകുന്നു. അപ്പോൾ ആ പോകുന്ന വഴിയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കാണുന്നു, അവിടുത്തെ മനുഷ്യന്മാരൊക്കെ കാണുന്നു, അവരെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ഓർമ്മിക്കുന്നു. പിന്നെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെ കാര്യങ്ങൾ, ഇയാൾ ഉദ്യോഗത്തിൽ വന്ന കാര്യങ്ങൾ, ഇയാൾ ഉദ്യോഗത്തിന് മുമ്പുള്ള കാര്യങ്ങൾ, ബാല്യകാലത്തെ കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ ഓർമ്മിക്കുന്നു. അതെല്ലാം പകർത്തി വെച്ചിട്ടുണ്ട്. ഈ കഥ എവിടേക്കാണ് പോകുന്നതെന്ന് തീർച്ചയായിട്ടും അതിൽ കൂടുതൽ വിശദാംശങ്ങൾ അതിലുണ്ടായിരിക്കും. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയട്ടെ, ഇത്രയധികം വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പോലും അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിരസതയില്ലാത്ത രീതിയിൽ അതിൽ വായനക്കാരന് അത് അനുഭവപ്പെടാത്ത രീതിയിൽ അതിനെ അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ കവിത, ചെറുകഥ ഒക്കെ ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഒരു സാഹിത്യ രൂപമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. മാത്രമല്ല അത് സാമൂഹിക വികാസത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രൂപപ്പെടുത്താം. ഉദാഹരണത്തിന് ഫ്യൂഡൽ കാലഘട്ടമൊക്കെ കഴിഞ്ഞ്, നമ്മുടെ ഇവിടെയല്ല, യൂറോപ്പിൽ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയും മുതലാളിത്തത്തിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിത്തത്തിൻ്റെ പാർലമെൻ്ററി ഡെമോക്രസിയുടെയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആധുനികതയുടെയും നവോത്ഥാനത്തിൻ്റെയും മുതലാളിത്ത വ്യവസ്ഥയുടെയും ഒക്കെ തന്നെ ആരംഭ കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന ആ ഒരു സാമ്പത്തിക, മുതലാളിത്തം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. അതിനു മുമ്പ് ഫ്യൂഡലിസം, അതിനുശേഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് സോഷ്യലിസം. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ അത് ഒരു സാമ്പത്തിക വ്യവസ്ഥയും ഒരു സാമൂഹ്യ വ്യവസ്ഥയും വെറുതെ വരുന്നതല്ല. അതിനൊക്കെ അനുബന്ധമായി, അതിനൊക്കെ മുന്നോടിയായി, അതിനൊക്കെ സമാന്തരമായി നിരവധി പ്രത്യയശാസ്ത്രങ്ങളും നിരവധി ചിന്താ പദ്ധതികളും നിരവധി ആശയ രൂപീകരണമൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് അത് സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ വരുന്നത്. സാമ്പത്തിക വ്യവസ്ഥ തകരുമ്പോഴും അതിനാവശ്യമായിട്ടുള്ള ആശയ രൂപീകരണവും ചർച്ചകളും സംവാദങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ മുതലാളിത്ത വ്യവസ്ഥയുടെയും അതിൻ്റെ സാമൂഹ്യ വ്യവസ്ഥയായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെയും ഒക്കെ തന്നെ രൂപീകരണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു സാംസ്കാരിക ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്കാണ് നോവൽ വരുന്നത്. അപ്പോൾ ആധുനിക മുതലാളിത്തത്തിൻ്റെ ഇപ്പോഴത്തെ മുതലാളിത്തം നോക്കണ്ട. ഇപ്പോഴത്തെ മുതലാളിത്തം ആകെ തകർന്ന മുതലാളിത്തമാണ്. അത് പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് പോയിട്ട് ആ പ്രതിസന്ധി മുഴുവൻ മനുഷ്യനെ കെട്ടിയേൽപ്പിച്ച് കോർപ്പറേറ്റ് മൂലധനം, അതുപോലെ തന്നെയുള്ള ഹിംസയുടെ ഒരു പ്രത്യയശാസ്ത്രമാണ്. ഹിംസയുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ്. സാമ്രാജ്യത്വ രൂപം കൈവരിച്ച് ഫാസിസം ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു മുതലാളിത്തമാണ്. പക്ഷെ മുതലാളിത്തത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അതൊരു വിപ്ലവാത്മകമായ സാമ്പത്തിക ശാസ്ത്രവും സാമ്പത്തിക വ്യവസ്ഥയും സാമൂഹ്യ വ്യവസ്ഥയും. അപ്പോൾ അതിൻ്റെ ഒപ്പം മുന്നോട്ട് വന്നാണ് സംവാദം എന്നുള്ളത്, ആശയ സംവാദം. ഈ ആശയ സംവാദം എന്നുള്ളത് നോവലിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന്, ഒന്നിനെയും വിട്ടുകളയാതെ. ഇപ്പോൾ ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് പലതിനെയും വിട്ടുകളഞ്ഞു. ഏറ്റവും പ്രധാനമായി പണിയെടുക്കുന്ന മനുഷ്യനെ വിട്ടുകളഞ്ഞു. ഫ്യൂഡൽ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, നാടുവാഴി കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുഴപ്പം എല്ലാ മനുഷ്യരെയും കണ്ടിരുന്നില്ല എന്നതാണ്. കണ്ടിരുന്നില്ല. പാടത്ത് പണിയെടുക്കുന്ന മനുഷ്യനെ എല്ലാവരും കണ്ടിരുന്നു, കണ്ണുകൊണ്ട് കണ്ടിരുന്നു. പക്ഷെ നമ്മുടെ സാംസ്കാരിക വ്യവസ്ഥ കണ്ടിരുന്നു. നമ്മുടെ വല്ല നോവലൊന്നുമില്ല, വല്ല മഹാകാവ്യത്തിലോ മറ്റെന്തെങ്കിലും സാഹിത്യ രൂപത്തിലോ പാടത്ത് പണിയെടുക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമരം 1857 ആരംഭിച്ചതാണല്ലോ സ്വാതന്ത്ര്യ സമരം. അതിലും ഇല്ല പാടത്ത് പണിയെടുക്കുന്നവൻ, കൃഷിക്കാരൻ, വിയർക്കുന്നവൻ. അവനില്ല. അവൻ ക്ഷേത്രത്തിലില്ല, അവൻ സ്കൂളിലില്ല, അവൻ പൊതുവഴിയിലില്ല, ഒരിടത്തുമില്ല, അദൃശ്യനാണ്.
അതാണ് ഫ്യൂഡലിസത്തിൻ്റെ ഒരു ഭീകരമായ പ്രശ്നം. അദൃശ്യനാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ ഭക്ഷണം തരുന്നവനെ, ഈ ഭൂമിയെ നിലനിർത്തുന്നവനെ, വംശാവലിയെ നിലനിർത്തുന്നവനെ അദൃശ്യനാക്കുന്നു എന്നുള്ളതാണ് ഫ്യൂഡലിസത്തിൻ്റെ ഏറ്റവും ഭീകരമായ, നാടുവാഴിത്തത്തിൻ്റെ, ജന്മിത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം. പക്ഷെ മുതലാളിത്തം അതല്ല. മുതലാളിത്തം എല്ലാവരെയും നോക്കിക്കാണുന്നു, എല്ലാവരെയും പരിഗണിക്കും. ഞാൻ ഇപ്പോഴത്തെ മുതലാളിത്തമല്ല പറയുന്നത്, മുതലാളിത്തത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അന്നത്തെ രൂപയുടെ നോവൽ എല്ലാത്തിനെയും നോക്കിക്കാണും, ഒന്നിനെയും കൈവിടുന്നില്ല, എല്ലാ വിശദാംശങ്ങളെയും നോക്കിക്കാണും. റോട്ടിൽ കാണുന്ന മുഴുവൻ മനുഷ്യനെയും, തെരുവിൽ കാണുന്ന മനുഷ്യനെയും, എല്ലാവരെയും നോക്കിക്കാണും. കൃഷിക്കാരനും കർഷക തൊഴിലാളിയും ഭൂപ്രഭുവും എല്ലാം നോവലിലേക്ക് കടന്നു വന്നു. ഈ നോവലിലേക്ക് കടന്നു വന്നത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് തന്നെ വലിയൊരു വഴിത്തിരിവായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ യശ്പാലിൻ്റെ നോവലുകൾ ദേശീയ പ്രസ്ഥാനത്തെ എങ്ങനെ സഹായിക്കുന്നതെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ യശ്പാലിൻ്റെ നോവലാണ് ഇന്ത്യൻ സാഹിത്യത്തിൽ ആദ്യമായിട്ട് കൃഷിക്കാരനെ കാണുന്നത്. കൃഷിക്കാരൻ എന്ന് പറഞ്ഞുള്ള, കർഷകൻ എന്ന് പറഞ്ഞുള്ള സംഭവമാണ്. ഈ കർഷകനെ പ്രേംചന്ദ് കാണാൻ തുടങ്ങിയോടുകൂടി മനുഷ്യരും കാണാൻ തുടങ്ങി. കാരണം ഈ നോവൽ വായിക്കില്ലേ, ഭൂദാനം എന്താണ്, നോവലുകളൊക്കെ വായിക്കില്ലേ, കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഒട്ടുമിക്കവാറും നോവൽ. അതോടുകൂടി ദേശീയ പ്രസ്ഥാനവും കൃഷിക്കാരനെ കാണേണ്ടി വന്നു. മഹാത്മാഗാന്ധി വന്ന കാലമാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കാർഷിക സമരങ്ങളൊക്കെ നടന്നു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൃഷിക്കാരൻ വന്നു. അങ്ങനെ ദേശീയ പ്രസ്ഥാനം ജനങ്ങളുടെ ഭാഗമായി, അതുവരെ ജനങ്ങളില്ല ദേശീയ പ്രസ്ഥാനത്തിൽ. കുറേ ഭൂപ്രഭുക്കളും സെക്രട്ടറിമാരും വലിയ വലിയ ബാരിസ്റ്റർമാരും രാജ്യം നഷ്ടപ്പെട്ട, അന്ന് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിൻ്റെ ഭാഗമായി നിരാശരായി നടന്ന കുറേ നാടുവഴികളൊക്കെയാണ് അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. അവിടേക്ക് സാമാന്യ മനുഷ്യനെ കൊണ്ടുവരുന്നതിൽ വലിയ പങ്കാണ് അന്നത്തെ നോവലിൽ വഹിച്ചത്. അത് ഈ വിശദാംശങ്ങൾ അതിലുണ്ടായിരുന്നുകൊണ്ടാണ്, അതിൽ കൃഷിക്കാരൻ ഉണ്ടായിരുന്നുകൊണ്ട്. അത്തരമൊരു ദൗത്യം നോവലിനുണ്ട്. നോവൽ ഒരു ജനാധിപത്യത്തിൻ്റെ സാഹിത്യരൂപം, അതുകൊണ്ട് അതിനൊന്നിനും കാണാതിരിക്കാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ നോവൽ കൂടുതൽ പ്രസക്തിയായി, കൂടുതൽ സജീവമായതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മുതലാളിത്തത്തിൻ്റെ അവസാന ഘട്ടം, ദുരന്തഘട്ടം, ആപൽക്കരമായ ഘട്ടം, പ്രതിസന്ധി ഘട്ടം, അതിൻ്റെ എല്ലാ തരത്തിലുള്ള ദൗർഭാഗ്യവും അനുഭവിക്കുന്നത് നമ്മുടെ ലോകത്തെ ജനങ്ങളാണ്, സാമാന്യ മനുഷ്യൻ. അല്ലാണ്ട് മുതലാളിത്തത്തിൻ്റെ വക്താക്കളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോക്താക്കളോ അതിൻ്റെ രാഷ്ട്ര നേതാക്കന്മാരോ ഒന്നും ഈ ദുരന്തം ഏറ്റുവാങ്ങില്ല. ഉണ്ടാവുന്ന എല്ലാ ദുരന്തവും സാമാന്യ മനുഷ്യനെ അവർ കെട്ടിയേൽപ്പിക്കും. അധിക നികുതികളായി, കൂടുതൽ സമയം ജോലി ചെയ്യലായി, അങ്ങനെ എല്ലാ തരത്തിലും മനുഷ്യനെ നരയിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ മുതലാളിത്തത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഫാസിസം അതിൻ്റെ ഒരു രൂപമായി വരും. അങ്ങനെ വരുമ്പോൾ അത് ഫാസിസം വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുതലാളിത്തം, ഈ ജീർണിക്കുന്ന മുതലാളിത്തം, തകരുന്ന മുതലാളിത്തം മനുഷ്യനെ ചവിട്ടി അരയ്ക്കുമ്പോൾ അവൻ തിരിഞ്ഞ് പ്രതിഷേധിക്കാൻ പാടില്ല. പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ട് അടി കിട്ടുമ്പോൾ പ്രതിഷേധിക്കല്ലോ, ചൂഷണം ചെയ്യപ്പെടുമ്പോൾ പ്രതിഷേധിക്കല്ലോ. അപ്പോൾ പ്രതിഷേധിക്കരുത്, നിശബ്ദരാവുക, നാവടക്കുക. നാവടക്ക് പണിയെടുക്കും എന്നുള്ളതാണ് പഴയൊരു മുദ്രാവാക്യമാണത്. നാവടക്ക് പണിയെടുക്കും എന്നുള്ളതാണ്. ആ ഒരു പ്രത്യയശാസ്ത്രം, ആ ഒരു സാമൂഹ്യ വ്യവസ്ഥ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അധികമൊന്നും എഴുതരുത്, കുറുക്കി എഴുതാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, മനുഷ്യൻ കൂടുതൽ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വിമർശനമായി മാറും. അത് സൗന്ദര്യശാസ്ത്ര പണ്ഡിതന്മാർ ഇഷ്ടപ്പെടുന്നില്ല, ഭരണകൂടത്തിൻ്റെ സൗന്ദര്യശാസ്ത്ര വിദഗ്ധന്മാർ അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നല്ല സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കി വളരെ കുറച്ച് മാത്രം സംക്ഷിപ്തമായി എഴുതുന്നതാണെന്ന് അവർ പറയും. പക്ഷെ നമ്മൾ പറയും എല്ലാ വിശദാംശങ്ങളും ഉൾപ്പെടുന്നു. കാരണം കൂടുതൽ പറയുക, കൂടുതൽ പറയേണ്ട ഒരു കാലഘട്ടമാണ്. നിശബ്ദനാകാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ഭരണവ്യവസ്ഥയിൽ കൂടുതൽ സംസാരിക്കുക എന്നുള്ളതാണ് ഒരു പ്രതിരോധ തന്ത്രം. കൂടുതൽ എഴുതുക, നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ എഴുതുക, കൂടുതൽ നമ്മുടെ അനുഭവങ്ങൾ ആവിഷ്കരിക്കുക. അങ്ങനെ ആവിഷ്കരിക്കുന്ന ഒരേ ഒരു സാഹിത്യരൂപമുള്ള നോവലാണ്. കഥയിലേക്കൊക്കെ അതിന് പരിമിതി. മനുഷ്യൻ്റെ എല്ലാ ദുഃഖങ്ങളും, വേദനകളും, കഷ്ടപ്പാടുകളും, അനുഭവങ്ങളും, പ്രതിഷേധങ്ങളും, വിചാരങ്ങളും ഒക്കെ തന്നെ ആവിഷ്കരിക്കാൻ പറ്റിയ ഒരു സാഹിത്യരൂപം എന്നുള്ളതൊക്കെയാണ് ഇന്ന് നോവലിന് കൂടുതൽ പ്രസക്തി വന്നിരിക്കുന്നത്. അപ്പോൾ ആ മേഖലയിലേക്ക് ഒരു നല്ല കൃതി കൂടി വരുന്നതായിട്ടാണ്
ജഗൻ്റെ ഈ പുതിയ നോവലിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ആളുകൾ സംസാരിക്കാനുണ്ട്. ഈ നോവൽ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വിനയകുമാറിൽ നിന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നോവൽ പ്രകാശനം ചെയ്തതായിട്ട് അറിയുന്നു. നമസ്കാരം. ഏതൊരു നാടിൻ്റെയും വളർച്ച അളക്കുന്നത് അവിടുത്തെ റോഡുകളെയും കെട്ടിടങ്ങളുടെയും എണ്ണം നോക്കിയല്ല, മറിച്ച് ആ നാട് അതിൻ്റെ സംസ്കാരത്തെയും സാഹിത്യത്തെയും അത്രമേൽ ചേർത്ത് പിടിക്കുന്നു എന്ന് നോക്കിയാണ്. അത്തരത്തിൽ ജനങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വേലൂരിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുന്ന നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് ഈ വേദിയെ ധന്യമാക്കാൻ നമുക്കൊപ്പമുള്ളത്. ഈ ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത് വേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ആദരണീയ ശ്രീമതി സ്വപ്ന രാമചന്ദ്രൻ മാഡമാണ്. ഭരണരംഗത്തെ തിരക്കുകൾക്കിടയിലും അക്ഷരങ്ങളോടുള്ള സ്നേഹം കൈവിടാതെ നാടിൻ്റെ സാംസ്കാരിക ഉന്നമനത്തിനായി എപ്പോഴും മുൻനിരയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ് മാഡത്തിൻ്റേത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതോടൊപ്പം അവരുടെ മനസ്സിൽ വായനയുടെ വിളക്ക് അണയാതെ കാക്കാനും മാഡം സമയം കണ്ടെത്തുന്നു എന്നത് നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. സ്മൃതിയാനം എന്ന ഈ പുസ്തകത്തിന് അനുഗ്രഹാശംസകൾ അർപ്പിക്കാനും തൻ്റെ വിലയേറിയ വാക്കുകളിലൂടെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനുമായി വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദരണീയ ശ്രീമതി സ്വപ്ന രാമചന്ദ്രൻ മാഡത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ഹാർദവുമായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ നടക്കുന്ന ഏറ്റവും മനോഹരമായ സ്മൃതിയാനം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച ശ്രീ അശോകൻ ചെരുവിൽ അവർകൾ, ഇവിടെ ഈ പുസ്തകം സ്വീകരിച്ച ശ്രീ MN വിനയകുമാർ അവർകൾ, അതുപോലെ തന്നെ ഇവിടെ പുസ്തകത്തെക്കുറിച്ച് അവതരിപ്പിക്കാൻ എത്തിച്ചേർന്ന വേലൂരിൻ്റെ പ്രിയപ്പെട്ട ജോൺ ജോഫി മാസ്റ്റർ, അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള സൂരജ് ES, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ അധ്യക്ഷ ഉൾപ്പെടെ സൂര്യൻ മാസ്റ്റർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു ചടങ്ങിലാണ് എനിക്കിവിടെ സംബന്ധിക്കാനായിട്ട് സാധിച്ചത്. ഇന്ന് വ്യക്തിപരമായിട്ട് ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിൽ കൂടി ജഗൻ്റെ ഒരു പുസ്തകം, ജഗൻ്റെ ഒരു സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ സന്തോഷമുള്ള ഒരു ചടങ്ങിൽ പങ്കെടുക്കാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ചടങ്ങിൽ വന്നിട്ടുള്ളത്. കാരണം വേലൂരിൻ്റെ അഭിമാനമായി ഒരാൾ നിൽക്കുമ്പോൾ വേലൂരിലെ എല്ലാവർക്കും വേണ്ടി ചേർത്ത് പിടിക്കേണ്ടത് വേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നിവിടെ വന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വേലൂരിലെ ഗ്രാമകം പരിപാടി ഇന്ന് അവിടെ ഉദ്ഘാടന കർമ്മം പരിപാടികളുണ്ട്, അങ്ങോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ കളമെഴുത്ത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 3ാമത്തെ ദിവസമാണ്, 7 ദിവസത്തെ പരിപാടി ഉണ്ട്. അപ്പോൾ 19ാമത്തെ വർഷമാണ്. അപ്പം അതിൻ്റെ തിരക്കുകളുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ കൂടി നമുക്കിവിടെ വന്ന് നിൽക്കാൻ ഇങ്ങനെയൊക്കെ, കാരണം വേലൂരിനെ സംബന്ധിച്ചിടത്തോളം മടമ്പ് കുഞ്ഞുകുട്ടൻ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള സാഹിത്യ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരുപാട് മഹാരഥന്മാര് മറഞ്ഞ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. ഒരുപാട് കലകളും എല്ലാ ഉത്സവങ്ങളും എല്ലാ സാംസ്കാരിക മേഖലയിൽ ഒരുപാട് ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന വലിയ സന്തോഷമുള്ള സമാധാനമുള്ള കാർഷികമായിട്ടുള്ള സാധാരണക്കാരുടെ നാടാണ്. ഇപ്പോഴും ഗ്രാമമായിട്ട് നിലനിൽക്കുന്ന ഞങ്ങളുടെ വലിയ സന്തോഷമുള്ള സ്ഥലമാണ് വേലൂര്. ആ വേലൂരിൽ നിന്ന് ജഗനെ ഞാൻ പരിചയപ്പെടുന്നത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. വേലൂര് പാത്രാമംഗലം ആണ് നമ്മുടെ പഞ്ചായത്തിൽ പറയുകയാണെങ്കിൽ 1ാം വാർഡ്. അവിടെ പാലത്തിന്റെ 100ാം വാർഷികത്തിന്റെ ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജഗനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ജനപ്രതിനിധിയായിട്ട് കാലങ്ങൾ 2005 മുതൽ ജനപ്രതിനിധിയായിട്ടുണ്ടെങ്കിൽ കൂടി പിന്നീട് എല്ലാവരെയും പരിചയപ്പെടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് പ്രതിപക്ഷ നേതാവ്, കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ് എന്നെ ആ ചടങ്ങിൽ പങ്കെടുത്തതും വിളിച്ചതും ഒക്കെ ആയിട്ടാണ് പരിചയപ്പെട്ടത്. അതിനുശേഷം പിന്നീട് പലപ്പോഴും പല സന്ദർഭങ്ങളിലും സംസാരിക്കാനൊക്കെ ഇടവന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ ഒരു കഴിവ്, ആദ്യത്തെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ഈ പുസ്തകം എനിക്ക് കൊണ്ടുവന്ന് തന്നു. പക്ഷെ അപ്പൊ തന്നെ ഞാൻ ജഗനോട് ഒരു വലിയ ഒരു കൺസെപ്റ്റ് അപ്പൊ തന്നെ ഞാൻ എടുത്തു. കാരണം എൻ്റെ അമ്പലത്തിലത്തെ പരിപാടി തുടങ്ങുന്ന ദിവസമാണ് എനിക്ക് ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അത് എന്തായാലും വായിക്കാൻ പറ്റില്ല. കാരണം
എല്ലാ ദിവസവും പുലർച്ചെ 4 മണിയാകുമ്പോഴാണ് ഈ പരിപാടി കഴിയുക. അപ്പോൾ കിടന്നുറങ്ങി എണീറ്റ് വന്നാൽ പിന്നെ അതിൻ്റെ തിരക്കുകൾ വീണ്ടും ആവുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ സമാധാനമായിട്ട് ബുക്ക് വായിക്കാം. വായന ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. നല്ലത് ആയാലും പൊട്ടയായാലും എല്ലാം വായിക്കാനായിട്ട് ഒരുവിധം എല്ലാ ആളുകൾക്കും, നമ്മുടെയൊക്കെ ജനറേഷൻ വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുന്ന ജെൻസി വിഭാഗത്തിൽപ്പെട്ടവർക്കൊക്കെ വായനയോട് വലിയ ആഭിമുഖ്യമൊന്നും ഉണ്ടായിരിക്കില്ല. അവർക്ക് ഫോണിൽ എന്തും അപ്പോൾ തന്നെ കിട്ടാവുന്ന ഫോണിൽ അവരുടെ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ സമയം അവർക്ക് ക്ഷമ അവർക്ക് കുറവായതുകൊണ്ടായിരിക്കാം. ഞാനൊക്കെ ഒരു ചാനലിലൊക്കെ ഒരു ന്യൂസ് വരികയാണെങ്കിൽ എനിക്ക് അതിനേക്കാളും ഇഷ്ടം പിറ്റേ ദിവസം ആ പത്രം ഒന്ന് വായിച്ച് ഇടർത്തി വെച്ച് നമ്മളുടെ ആ ഒരു ചിട്ടയായിട്ട് അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് മറച്ചു നോക്കിയില്ലെങ്കിൽ എത്ര തിരക്കാണെങ്കിലും ഒരു സമാധാനം കിട്ടാത്ത ഒരവസ്ഥയിൽ. അപ്പോൾ വായന, നമ്മൾ ന്യൂസ് ഇങ്ങനെ കണ്ട് പോകുമ്പോഴാണെങ്കിലും ഒറ്റത്തവണ ഒരു പത്രത്തിൽ ഒരു കോളം വായിച്ചു പോയാൽ അത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് പിന്നീട് എത്ര കാലം കഴിഞ്ഞാലും മറക്കാത്ത പോലെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ വായന ഇഷ്ടമാണ്. ആ വായനയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരാനായിട്ട് പുതിയ പുതിയ രീതിയിലുള്ള എഴുത്തുകളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ആ രീതിയിലേക്ക് വേലൂരിൽ നിന്ന് ജഗനെ പോലുള്ള വലിയ കഴിവുള്ളവർ കടന്നു വരുമ്പോൾ അതിനേക്കാൾ സന്തോഷമുണ്ട്. തുടർന്നും അപ്പൊ ഞാൻ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ വരുമ്പോൾ വായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ പുസ്തകമാണെങ്കിലും രണ്ടാമത്തെ പുസ്തകത്തിന്റെ ആയാലും ഇതിവൃത്തം പ്രണയമാണ് എന്നാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഒറ്റ പേജ് മാത്രം അല്ലെങ്കിൽ ഒന്നാമത്തെ അധ്യായം മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. വളരെ മനോഹരമായി ഗ്രാമത്തിന്റെ കാര്യങ്ങളൊക്കെ, ഗ്രാമീണത വലിയ ഭംഗിയിൽ തന്നെ നിഷ്കളങ്കമായിട്ട് അതിൽ പ്രതിപാദിച്ചതൊക്കെ നമുക്ക് വായിക്കാൻ സാധിച്ചു. നമ്മുടെ ഉള്ളിൽ ഉള്ളത് നമ്മൾ എന്താണോ, ജഗൻ തന്നെ ജഗന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ഒരാളുടെ അവസ്ഥ കൃത്യമായിട്ട് തന്നെ അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുകയാണ്. മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ പ്രണയിക്കാൻ സാധിച്ചാൽ മാത്രമാണ് ഈ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും നമുക്ക് ഇഷ്ടപ്പെടാനും സന്തോഷത്തോടുകൂടി നമുക്ക് ഇരിക്കാനും സാധിക്കുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ ആവട്ടെ. എല്ലാവർക്കും മനസ്സിൽ ഏറ്റവും അവസാനം വരെ പ്രണയം ഉണ്ടാകട്ടെ. ഈ ലോകത്തിലെ എല്ലാത്തിനെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കട്ടെ. അങ്ങനെ ഈ പുസ്തകം എല്ലാ വായനക്കാരുടെയും ഹൃദയം കവരുന്ന പുസ്തകമായിട്ട് മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുസ്തകം ഇഷ്ടപ്പെടട്ടെ. ഈ പരിപാടി ഏറ്റവും മനോഹരമായിട്ട് വിജയമായിട്ട് മാറട്ടെ. കൂടുതൽ നല്ല നല്ല തലങ്ങളിലേക്ക് പുസ്തകങ്ങൾ എഴുതാനും കഥകളും നോവലുകളും ഒക്കെ എഴുതാനായിട്ട് ജയന് സാധിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ ഞാനിവിടെ നിന്ന് പെട്ടെന്ന് പോകും. അതിനുള്ള ഒരു അനുമതി കൂടി നിങ്ങൾ തരണം. ജയൻ്റെ അടുത്ത് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഗ്രാമകം അടക്കമുള്ള പരിപാടികളുണ്ട്. അപ്പം അവിടെയും ചെല്ലേണ്ടതുള്ളത് കൊണ്ട് നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി പോകാനുള്ള അനുമതി വാങ്ങിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മളോട് സംസാരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ വിനയകുമാർ സാറാണ്. സാറിന്റെ വാക്കുകളെ നമുക്ക് കാതോർക്കാം. വലിപ്പമുള്ള കൃതികളിൽ ഒന്നാണ് ഇതെന്നും വിശദാംശങ്ങളോടെയുള്ള എഴുത്താണ് ജഗൻ നിർവഹിച്ചിട്ടുള്ളതെന്നും പ്രകാശനം നിർവഹിച്ചുകൊണ്ട് അശോക് ജലീലിന് പറയണ്ടേ. എന്നാൽ പോലും ചില സ്ഥലത്തൊക്കെ ഉദാഹരണം ഓർത്തെടുക്കാൻ തോന്നുന്ന ഒരു സംഗതി, പ്രിയവുമായി പിരിഞ്ഞതിനു ശേഷം ആദ്യം കാണുന്ന ഈ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡീറ്റെയിലിംഗ് പറ്റാതെ വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ മാനസികാവസ്ഥ പെട്ടെന്ന് മാറിപ്പോകുന്നത്. അത്തരം ചിലയിടത്തൊക്കെ നല്ല രീതിയിൽ സൂക്ഷ്മത പുലർത്താൻ കൂടി ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ വിശദാംശങ്ങളോടെ എന്ന് തോന്നുന്ന ആദ്യ ഭാഗങ്ങളിൽ വാദ്യകലയുമായി ബന്ധപ്പെട്ടൊക്കെ ചില സംഗതികൾ കടന്നു വരുന്നുണ്ട്. ചിലത്തൊക്കെ അത് ഒറ്റ വാചകത്തിൽ പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ അറിയുന്ന ആളാണ് ജഗൻ എന്നുള്ളത് കൊണ്ട് അവിടെ അത് വേണമായിരുന്നു. അതിൻ്റെ അനുഷ്ഠാനം അല്ലെങ്കിൽ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വാദ്യകലയെ പ്രയോജനപ്പെടുത്തുന്നു. നോവലിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ കുറച്ചുകൂടി അത് ഇത്രയും വലിയ കൃതിയിൽ ഇതൊക്കെ പറ്റുമോ എന്നുള്ളത് ആണ് വിഷയം വെച്ചാൽ അത് ശരിയാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടി ഇതിനെ ഡെപ്ത് വർദ്ധിപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ്.
നമ്മൾ നോവലിസ്റ്റ് എന്നുള്ള എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലിസ്റ്റ് ഡോസ്റ്റോവ്സ്കിയാണ്. ഗ്രന്ഥങ്ങളിൽ തന്നെയാണ് ഡോസ്റ്റോവ്സ്കിയുടെ പല കൃതികളും കുറേയധികം. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട സവിശേഷത ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും അതേപടി പുറത്തേക്ക് വരികയാണ്. ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ എഴുതാൻ തോന്നിക്കഴിഞ്ഞാൽ വേറെ യാതൊരുവിധ ലോകവും ഇല്ലാത്ത വിധത്തിൽ അത് ഈ എന്താ പറയാ മനസ്സിൽ നിന്ന് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത്, നമ്മളെ കീഴടക്കി കളയുന്ന വിധത്തിൽ. അവിടെ നോവല് നന്നായോ ചീത്തയായോ വിമർശകന്റെ റോള് തുടങ്ങിയൊന്നും ഒന്നും നമ്മളെ ബാധിക്കാത്ത വിധത്തിൽ ആണ് ആ കൃതി കിടക്കുന്നത്. ഇവിടെ ജഗനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു എന്താ പറയാ 40 വയസ്സാണ് പ്രായം. രണ്ടാമത്തെ കൃതിയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. വലിയ സാധ്യതകൾ, അതായത് ഇത്രയും വലിയൊരു പുസ്തകം എഴുതാൻ കഴിയുന്നു എന്നുള്ളത് അത് പ്രധാനമാണ്. അതും എഴുതിയതൊക്കെ വായിക്കാൻ തട്ടും തടവുമില്ലാതെ നമുക്ക് വായിക്കാൻ കഴിയുന്നുള്ളതും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നിൽ വളരെ വലിയ സാധ്യതകൾ കിടപ്പെട്ടിരുന്നതാണ്. എളുപ്പമല്ല. ഈ പ്രായത്തിലൊരു ആൾക്കാർ പറഞ്ഞില്ലേ, ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞില്ലേ, ജൻസികളൊന്നും വായിക്കുന്നൊക്കെ ഉണ്ട്, അവരവരുടെ രീതിയിൽ വായിക്കുന്നുണ്ട്. എന്നാൽ പോലും വായനയ്ക്ക് തടസ്സമുള്ള കാലത്ത് പോലും ഇത് ഇത്രത്തോളം എഴുതാൻ കഴിയുന്നു. തന്റെ മനസ്സിലുള്ള സംഗതികൾ അല്ലെങ്കിൽ താൻ അനുഭവിച്ചു തീർത്ത കാര്യങ്ങളെ ആസ്പദമാക്കി താൻ നടന്ന വഴികളിലൂടെ സഞ്ചരിച്ച് വളരെ വലിയ രീതിയിൽ വളരെ വിശദാംശങ്ങളുടെ അത്തരം സംഗതികൾ മുഴുവൻ എഴുതി വയ്ക്കാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് ഭാവിയിൽ പ്രയോജനം ചെയ്യും എന്ന് കൂടിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ തുടർന്ന് എഴുതാൻ എന്താ പറയാ ഇത്തരം ഈ ഒരു വേദി തന്നെ വളരെ വലിയ രീതിയിൽ പ്രസക്തമായി തീരുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഈ പുസ്തകത്തിന്റെ പിറകിൽ അഷ്റഫിനെ പോലൊരാളുണ്ടായിരുന്നു ആദ്യ പുസ്തകത്തിന്, രണ്ടാം പുസ്തകത്തിലും ആളിവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതും വളരെ പ്രധാനമാണ്. കാരണം വെച്ചാൽ ഒരു കൂട്ടം ആളുകൾ പിറകിൽ നിന്ന് എഴുതൂ എന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ സാഹിത്യരംഗത്ത് നിൽക്കൂ എന്ന് ഉറപ്പിച്ചു പറയാം, അതൊക്കെ എളുപ്പമുള്ള കാര്യമില്ല ഇന്നത്തെ കാലത്ത്. സാധ്യത വളരെ വളരെ കുറഞ്ഞ ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു സാധ്യത ജഗന്റെ മുന്നിൽ തുറന്നു കിടക്കുമ്പോ പിന്നെന്തിനാണ് എഴുതാതിരിക്കുന്നത് എന്നുള്ളത്, എഴുതാതിരിക്കുക എന്നുള്ളത് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? വായനയും അതിശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയണം. എന്നുവെച്ചാൽ മലയാളത്തില് ഇപ്പൊ ഈ അശോകൻ ചെരുവിൽ പറഞ്ഞൊരു സംഗതിയുണ്ട്, നോവലുകൾക്ക് അല്ലെങ്കിൽ സാഹിത്യ രചനകൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ട് എന്നുള്ളത്. അത് കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞ നാടകം എടുത്താൽ ആണ് പെട്ടെന്ന് മനസ്സിലാവുക. ഇപ്പൊ സ്കൂളിൽ യൂണിവേഴ്സിനെ അവതരിപ്പിക്കുന്ന ഒരു തരം നാടകങ്ങളുണ്ട്, കമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്ന അമ്പലപ്പറമ്പിലൊക്കെ അവതരിപ്പിക്കുന്ന വേറൊരു തരത്തിൽ നാടകങ്ങളുണ്ട്. ഇതുകൂടാതെ അമേച്ചർ എന്നിപ്പോ ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ഗ്രാമക നാടകോത്സവം തുടങ്ങുന്നത്, അവിടെ അമേച്ചർ സ്വഭാവത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അതിൽ തന്നെയും വളരെ ക്ലാസിക്കായ അമേച്ചർ നാടകങ്ങളിൽ തന്നെ വളരെ ക്ലാസിക്കായ രീതിയുണ്ട്. പഠിക്കാത്തവരുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ട് നാടകം ചെയ്യുന്ന വേറെ രീതിയുണ്ട്. ഇങ്ങനെ പോയാൽ ഒരു എന്താ പറയാ നിരവധി ലോകങ്ങൾ, നിരവധി സ്വഭാവം പുലർത്തുന്ന നാടകത്തിൽ തന്നെ വ്യത്യസ്ത രൂപങ്ങൾ ഉള്ള കൃതികൾ, അവതരണ രീതികൾ നമുക്ക് മുന്നിലുണ്ട്. നോവലിനെ ഇതിങ്ങനെ പറയുമ്പോൾ അത് തന്നെയാണ് സ്ഥിതി. ഇത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇന്ദുലേഖയുടെ സ്വഭാവത്തിൽ എഴുതുന്നവർ, ഡിക്റ്റേറ്റീവ് സ്വഭാവത്തിൽ എഴുതുന്നവര്, അതുപോലെ തന്നെ ആറ്റിക്കുറുക്കി എന്ന് പറഞ്ഞില്ലേ, അതായത് മഞ്ഞ് പോലെ എംട്രിയുടെ അങ്ങനെ എഴുതുന്നവർ, അതുപോലെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നോവലിലും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പൊ വിജയന്റെ നോവൽ, ആധുനികതയുടെ കാലത്തെ നോവലുകൾ, അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വേറെയാണെന്ന് കാണാനായിട്ട് കഴിയും. ഒരേ അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ പലരും എഴുതുന്നത് പല സ്വഭാവത്തിലുള്ളതാണെന്ന്, ഇതൊക്കെ പലതരത്തിലാണ് നമ്മളെ ആവേശിക്കുക, നമ്മളിൽ കടന്നു കയറുക എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ചില കൃതികൾ നമുക്ക് ആദ്യത്തെ കുറച്ച് വായന മാറ്റി വെക്കേണ്ടി വരും എന്നുള്ളത്. ഇവിടെ പറഞ്ഞവരൊക്കെ പറഞ്ഞ ഒരു സംഗതി, ഇത് മാറ്റി വെക്കേണ്ട തരത്തിൽപ്പെട്ട ഒരു നോവലല്ല. അത് ഒരു പ്ലസ് പോയിന്റ് ആണ് ജഗനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ കൂടുതൽ എഴുതണം എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു. കൂടുതൽ എഴുതണം എന്ന് പറയുമ്പോൾ അതിന്റെ ഒപ്പം ഉള്ളത് കൂടുതൽ വലിയ വായനയിലേക്ക് പോകാൻ, അദ്ദേഹത്തിന്റെ ജീവിത ഗതിയെ കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം വ്യത്യസ്ത ലോകങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് ജഗൻ. അതൊന്ന് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാവും. പിന്നെ പലതരത്തിൽപ്പെട്ട എന്താ പറയാ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക്, അതായത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇടം ഇതാണ് എന്ന് പറയുന്നതിന് പകരം നിരവധി ഇടങ്ങൾ ഉണ്ടാവുമ്പോൾ അത് അസ്വസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. അതേസമയം
എഴുത്തും വായനയുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം വേറൊരു തരത്തിൽപ്പെട്ട സ്വസ്ഥത ഈ അസ്വസ്ഥതകളിൽ നിന്ന് രൂപപ്പെട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതാനുഭവങ്ങളെ നമ്മൾ ഒരു പ്രത്യേക ദിശയിലേക്ക് കൊണ്ടുവരുന്നതിൽ അത് ഈ ചെറിയ കൃതികൾ എഴുതൽ എളുപ്പമാവില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഈ ജനസംബന്ധിച്ചിടത്തോളം. അപ്പോൾ വലിയ കൃതികളാണെങ്കിൽ പോലും മാതൃകയാക്കേണ്ട ചില കൃതികൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ചില മാതൃകകൾ അതുപോലെ എഴുതണം എന്നല്ല, ആ കൃതികൾ നമ്മുടെ ഉള്ളിലുണ്ടാവുകയും അപ്പൊ പിന്നെ നമ്മൾ എഴുതേണ്ടതിൽ വരുന്ന മാറ്റം വേറൊരാൾ നിർദ്ദേശിക്കാതെ തന്നെ നമുക്ക് മാറി വേറൊരു ലോകം സൃഷ്ടിക്കാനായിട്ട് കഴിയും. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇനി പരിചയപ്പെടുത്തൽ അതുകൂടി കഴിഞ്ഞിട്ട് സംസാരിക്കാന്നാണ് ഞാൻ വിചാരിച്ചു. ജോൺ ജോഫിയുടെ പരിചയപ്പെടുത്തലും കൂടി കഴിഞ്ഞിട്ട്. എന്തായാലും ഈ കൃതി ഇപ്പോൾ ഉണ്ടാക്കിയ ഇവിടെ ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ജഗനെ മുന്നോട്ട് പോകാം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആഹ്ലാദം. അടുത്തതായി സ്മൃതിയാനം എന്ന നോവലിന്റെ പുസ്തകാവതരണം. വായനയുടെ ആഴവും വിലയിരുത്തലിന്റെ സൂക്ഷ്മതയും കൈമുതലായുള്ള ശ്രീ ജോൺ ജോഫി സാറിനെ പുസ്തകം അവതരിപ്പിക്കുന്നതിനായി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ജഗൻ പാത്രമംഗലം എഴുതിയ രണ്ടാമത്തെ നോവൽ സ്മൃതിയാനത്തിൻ്റെ പ്രകാശനമാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ ഈ നോവൽ ആദ്യത്തെ നോവൽ പോലെ തന്നെ ഈ നോവലും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗ്രീൻ ബുക്സാണ്. 45 അധ്യായങ്ങളിലായിട്ട് 424 പേജുകളിലായിട്ടാണ് ഈ നോവല് വിരചിതമായിട്ടുള്ളത്. ഇതിൻ്റെ സമർപ്പണം ഗ്രന്ഥകാരൻ നടത്തിയിരിക്കുന്നത് 2 കൂട്ടർക്കാണ്. ഒന്ന് അമ്മയ്ക്കാണ്, മറ്റൊന്ന് ജന്മഗ്രാമമായ പാത്രമംഗലം. അതിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പാത്രമംഗലം നിവാസികളൊക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രസക്തമായ മറ്റൊരു കാര്യം, ഇതിൻ്റെ അവതാരിക അഡ്വക്കേറ്റ് BN രാമൻ സാറാണ് അത് നിർവഹിച്ചിരിക്കുന്നത്. അതിസൂക്ഷ്മമായി ഗൗരവമായി ഈ നോവൽ പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവതാരിക എഴുതിയിരിക്കുന്നത്. അതിൽ 1-2 നിരീക്ഷണങ്ങൾ, അതിഗംഭീരങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളാണ് അതിൻ്റെ ഈ അവതരണത്തിൻ്റെ അവസാനം ഞാൻ അത് സൂചിപ്പിക്കുന്നത്. പൊതുവെ കൃതികളൊക്കെ തന്നെ മനുഷ്യ ജീവിതത്തെയാണ് ചിത്രീകരിക്കുന്നത്. കൃതികൾ മനുഷ്യ കഥാനുഗായികൾ എന്ന ആശാൻ പ്രരോദനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഈ സാഹിത്യം അല്ലെങ്കിൽ മനുഷ്യനുണ്ടായതിനു ശേഷം അലിഖിതമായും ലിഖിതമായും സാഹിത്യം രൂപപ്പെട്ട് ഇത്രയും കാലമായി എഴുതുന്നത് മനുഷ്യ ജീവിതം തന്നെ. അപ്പോൾ എഴുതി ഒരു പരുവായിട്ട് ഇരിക്കുകയാണ് മനുഷ്യ ജീവിതത്തെ പറ്റി സാഹിത്യം. അങ്ങനെയാണെങ്കിൽ പുതിയ എഴുത്തിന് എന്താണ് പ്രസക്തി എന്ന് പലപ്പോഴും സഹൃദയന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു വരും. കാരണം മനുഷ്യ ജീവിതം തന്നെയല്ലേ എഴുതുന്നത്. എനിക്ക് അതിന് തോന്നുന്നൊരു ഉത്തരം, മനുഷ്യൻ അല്ലെങ്കിൽ പൊതുവെ മനുഷ്യ ജീവിതം പൊതുവിശകലനം ചെയ്യുമ്പോൾ പ്രതിജന ഭിന്ന വിചിത്ര മാനസങ്ങളാണ് സമൂഹത്തിൽ. പ്രതിജന ഭിന്ന വിചിത്ര മാനസങ്ങൾ. ആ മനുഷ്യരുടെ ജീവിതമാകട്ടെ പ്രശ്നസങ്കീർണമായ ബന്ധവ്യവസ്ഥകളാൽ കുടുങ്ങിക്കിടക്കുന്നത്. സ്വാഭാവികമായും ഇതുവരെ എഴുതിയതിൽ നിന്ന് വ്യത്യസ്തമായി അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന എഴുത്തുകാരനെ മറ്റാരും എഴുതാത്ത സൂക്ഷ്മാംശങ്ങൾ എടുത്ത് എഴുതാൻ കഴിയും എന്നതാണ് പുതിയ എഴുത്തിന്റെ പ്രസക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാലം മാറുമ്പോൾ മനുഷ്യ ജീവിത പ്രശ്നങ്ങളുടെ വൈവിധ്യവും വ്യത്യാസപ്പെട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് എഴുത്തിന് മനുഷ്യനുള്ള കാലത്തോളം എഴുത്തിന് പ്രസക്തിയുണ്ട് എന്നാണ് എനിക്ക് പറയാൻ. ഇവിടെ ഇപ്പൊ നോവൽ എന്ന് പറയുമ്പോൾ നോവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് നോവൽ കാലത്തെയും അതുപോലെ തന്നെ ദേശത്തെയും പ്രതിദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ നോവലും കഥയൊക്കെ തന്നെ ചെറുകഥയായാലും നോവലായാലും കഥയുടെ 2 വ്യത്യസ്ത രൂപങ്ങൾ. അപ്പൊ രണ്ടിലുള്ള ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്, കഥ എന്ന് പറയുന്നത് ഒറ്റ ജീവിത സന്ദർഭത്തെ ഒരു ജീവിത ബിന്ദുവിനെ ആവിഷ്കരിക്കുമ്പോൾ നോവൽ എന്ന് പറയുന്നത്
ഒരുപാട് ജീവിത സന്ദർഭങ്ങളെ, അനേക ജീവിത ബിന്ദുക്കളെ സമഗ്രമായി ആവിഷ്കരിക്കുന്നു എന്നതാണ് നോവലിന്റെ പ്രത്യേകത. നോവൽ സംസ്കാരത്തെ അതിന്റെ എല്ലാ അടരുകളെയും മ്യൂസിയങ്ങളിൽ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ, ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് പോലെയാണ് നോവൽ ചെയ്യുന്ന ദൗത്യമെന്ന് പ്രശസ്ത നോവൽ ജേതാവായിട്ടുള്ള ഓർഹാൻ പാമുക്ക് പറയുന്നു. സംസ്കാരത്തിന്റെ അടരുകളെ മ്യൂസിയങ്ങൾ ശേഖരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് പോലെയാണ് മനുഷ്യ ജീവിത സംസ്കാരത്തിന്റെ വ്യത്യസ്ത അടരുകളെ നോവൽ അടയാളപ്പെടുത്തുന്നത് എന്നാണ്. ഒരു നോവൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചെറുകഥ, ഇത് രണ്ടും എടുത്താൽ കഥയുടെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണ്. ഇതിന്റെ ഒരു രൂപഘടന എന്ന് പറയുന്നത് പൊതുവെ എഴുത്തുകാരൊക്കെ തന്നെ ഒരു മുന്തിരിങ്ങയായിട്ട് ഉപയോഗിക്കാറ്. പ്രത്യേകിച്ചും SV വേണുഗോപൻ നായർ എന്ന് പറയുന്ന പ്രശസ്ത ചെറുകഥാകൃത്ത് കഥയെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു തുടുതുടുത്ത ഒരു മുന്തിരിങ്ങ നമ്മൾ നോക്കുമ്പോൾ ആ മുന്തിരിങ്ങ ഇങ്ങനെ തുടുത്ത് നിൽക്കണം. അതിന് ആവശ്യത്തിന് മാംസവും ആവശ്യത്തിന് ജലം ഒക്കെ അതിലടങ്ങി. അതിലേക്ക് കുറച്ചും കൂടി മാംസവും അതുപോലെ തന്നെ കുറച്ചും കൂടി ജലവും അടിച്ചു കയറ്റാണ് ഈ സിറിഞ്ച് വെച്ച് ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്തുണ്ടാവും? അത് പൊട്ടും എന്നതാണ്. ഇനി അതിൽ നിന്ന് കുറച്ച് മാംസവും അതുപോലെ ജലവും വലിച്ചെടുക്കുകയാണെങ്കിലോ അത് ഞൊട്ടും എന്നതാണ്. അപ്പോ ഒട്ടാതിരിക്കാനും ഞൊട്ടാതിരിക്കാനും ഞൊട്ടലിന്റെയും ഇടയ്ക്കായിരിക്കണം ഒരു കഥയെ രൂപപ്പെടുത്തേണ്ടത് എന്ന് SV വേണുഗോപൻ നായരുടെ ഒരു നിരീക്ഷണം. ഇത് നോവലിനും ബാധകമാണ്. നോവൽ നേരത്തെ അശോകേട്ടനും അതുപോലെ തന്നെ വിനയേട്ടനൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് വിശദാംശങ്ങളിലേക്ക്, സൂക്ഷ്മാംശങ്ങളിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് ഉള്ള സാഹിത്യ രൂപമാണ് നോവൽ. പക്ഷേ അത് അങ്ങനെ ആകുമ്പോഴും ഇതിവിടെ അത്യാവശ്യമാണോ, ഈ വലിച്ചു വാറ്റിയോട് വേണോ എന്ന് വായനക്കാരന് തോന്നാത്ത രീതിയിലുള്ള ആവിഷ്കാരമായി, ജീവിത സന്ദർഭങ്ങളുടെ ആവിഷ്കാരമായിരിക്കണം നോവൽ എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഒരു ആമുഖം പറഞ്ഞുകൊണ്ട് ഇതിന്റെ കൃതിയിലേക്ക് കടക്കാം. അപ്പൊ ഇവിടെ ഈ സ്മൃതിയാനം എന്ന് പറയുന്ന നോവൽ ഒരു വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ അതൊരു നാട്ടു ജീവിതത്തിന്റെ നാട്ടുഭാഷ വെച്ചുകൊണ്ടുള്ള, പ്രത്യേകിച്ച് സ്നേഹമസൃണമായ സ്നേഹാന്തരീക്ഷമുള്ള കുടുംബ വ്യവസ്ഥയെ വെച്ചുകൊണ്ട് ആവിഷ്കരിക്കപ്പെട്ട പ്രണയത്തിനെ, അതുപോലെ തന്നെ പ്രണയത്തിന്റെ സ്തംഭനാവസ്ഥയ്ക്കും അത് മറികടക്കുന്ന അവസ്ഥയ്ക്കൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രമേയ ഘടനയാണ് ഈ നോവലിന്. പ്രത്യേകിച്ച് ഒരു നാട്ടുപുറത്തെ കർഷകനും അതുപോലെ തന്നെ പാന കലാകാരനുമായിട്ടുള്ള ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന ആളുടെയും അതുപോലെ രമണി ടീച്ചറുടെയും മകനാണ് ഇതിലെ നായക കഥാപാത്രമായിട്ടുള്ള നവീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ, സിപ്ക എന്ന് പറയുന്ന കമ്പനിയുടെ റെപ്രസെന്റേറ്റീവാണ്. ഈ കമ്പനി ഓങ്കോളജിയുമായി ബന്ധപ്പെട്ട ക്യാൻസറിന്റെ പ്രതിരോധ മരുന്നാണ് ഇവര് നിർമ്മിക്കുന്നത്. ഈ മരുന്നിന്റെ വിൽപ്പനയ്ക്ക് പ്രചാരണത്തിനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹോസ്പിറ്റലുകൾ കയറി നടന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഇടയിൽ പ്രിയ എന്ന് പറയുന്ന ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു ഭർത്തൃമതിയായ യുവതിയുമായി ഇദ്ദേഹം വളരെ അടുപ്പം സ്ഥാപിക്കുകയാണ്. ആ അടുപ്പം പ്രണയത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇദ്ദേഹത്തിന് വളരെയേറെ അസ്വസ്ഥത അനുഭവപ്പെടുന്നു, മാനസിക അസ്വസ്ഥത. അപ്പൊ അദ്ദേഹത്തിന്റെ സ്നേഹ സൗഹൃദ വലയത്തിലെ ഒരു കഥകളി സംഗീതജ്ഞനായിട്ടുള്ള ദേവദാസൻ ആശാൻ എന്ന് പറയുന്ന ആശാനെ ചെന്ന് കണ്ട് അദ്ദേഹം ആശാനോട് ചോദിക്കാൻ, അദ്ദേഹത്തിന് ഈ അസ്വസ്ഥതകളൊക്കെ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് എനിക്ക് തരുമോ എന്ന് ചോദിക്കുക. എന്താ മരുന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ കഞ്ചാവാണ്. ഇതില് നോവലിസ്റ്റ് പ്രത്യേക സംജ്ഞകളാലാണ് ഈ കഞ്ചാവിനെ ഇവിടെ ഇതിൽ അവതരിപ്പിക്കുന്നത്. അത് ശിവലഹരി, ശിവപ്രസാദം എന്നാണ്. അങ്ങനെ ഇദ്ദേഹം ഈ ദേവദാസനാശാനെ കണ്ടത് ചോദിക്കുമ്പോൾ അദ്ദേഹം നിരുത്സാഹപ്പെടുത്താണ്, ഇത് തന്നെ താൻ ഉപയോഗിക്കരുത്, ഞാൻ ഉപയോഗിക്കുന്ന നോക്കണ്ട, താൻ ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ ശീലാക്കാൻ പോണില്ല, തൽക്കാലം ഒരു പ്രാവശ്യം ഞാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണ്? തൽക്കാലം മനസ്സിനെ സ്വതന്ത്രമാക്കാൻ നോക്കുക എന്നാണ്. പക്ഷേ ഈ സ്വതന്ത്രമാക്കൽ പരിപാടിക്ക് വേണ്ടി പോയി പിന്നെ ഇദ്ദേഹം അതിന്റെ കഞ്ചാവിന്റെ ശിവപ്രസാദത്തിന്റെ സ്ഥിര ഉപയോക്താവായിട്ട് മാറുകയും അദ്ദേഹത്തിന്റെ മനോനിലയ്ക്ക് തടസ്സങ്ങൾ വരികയും, എന്നാൽ മറുവശത്ത് പ്രണയാവസ്ഥയെ വളരെയധികം തീവ്രതരമാക്കുന്നതിൽ ഈ
മറ്റേ കഞ്ചാവിലേക്കും അല്ലെങ്കിൽ ഈ ശിവപ്രസാദം വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇദ്ദേഹത്തിന്റെ ജോലിയിൽ അശ്രദ്ധനാക്കുകയും ജോലി പലതരത്തിൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രിയ എന്ന് പറയുന്ന ഈ നഴ്സുമായിട്ട് ഇദ്ദേഹം കൂടുതൽ വർത്തമാനം പറഞ്ഞ അടുപ്പം സ്ഥാപിക്കുകയും അദ്ദേഹം ഫോർട്ട് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ പോയി അവരെ കുറച്ചു നേരം സംസാരിക്കുകയും അങ്ങനെ ഇവരുടെ പ്രണയം ഉള്ളിലുള്ളത് പരസ്പരം പങ്കുവെക്കുന്ന ഒരു അവസ്ഥ വരുന്നത്. ഈ അവസ്ഥ വരുമ്പോൾ പ്രത്യേകിച്ചും ഈ നോവലിസ്റ്റിന്റെ പ്രതിഭാസ്പർശത്തിന്റെ ഒരു മിന്നലാട്ടമായിട്ട് എനിക്ക് തോന്നിയത് ആ മറ്റേ പ്രണയം വെളിപ്പെടുത്തുന്ന സമയത്ത് അതിലെ ആ ഹോട്ടൽ മുറിയുടെ അന്തരീക്ഷത്തെ ചിത്രീകരിക്കുന്ന ഒരു ഭാഗമാണ്. ഏത് നോവലായാലും ഏത് കൃതിയാണെങ്കിലും അത് മുഴുവൻ 500-1000 പേജ് തള്ളിക്കളഞ്ഞാലും ഒരൊറ്റ വരി അല്ലെങ്കിൽ ഒറ്റ ഖണ്ഡിക മതി, അതില് സാഹിത്യം ഉണ്ടാവും എന്നതാണ്. ഇവിടെ ശക്തമായ കടൽക്കാറ്റ് വീശുമ്പോഴും സ്ഫടികപാത്രത്തിലെ മെഴുകുതിരി നാളങ്ങൾ ഒന്ന് ചാഞ്ചാടുകയും പെട്ടെന്ന് തന്നെ ശാസ്ത്രതം അവരിരുവരെയും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. മെഴുകുതിരി ചില പ്രത്യേക സന്ദർഭങ്ങളിൽ തന്റെ വെളിച്ചം കൂടുതൽ ശോഭയുള്ളതാക്കാനും മെഴുകുതിരി മറന്നില്ല. ഈ നമ്മൾ എന്താണ് സാഹിത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നോവലിനെ പറ്റി പറയുമ്പോൾ നോവലിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായി പറയുക 3 പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, യാഥാർത്ഥ്യ നിഷ്ഠത ഉണ്ടായിരിക്കണം എന്നതാണ്. രണ്ടാമത്തെ കാര്യം യുക്തിബദ്ധമായിരിക്കണം എന്നാണ്. മൂന്നാമത്തെ കാര്യം പ്രമേയ വൈപുല്യം ഉണ്ടായിരിക്കണം. ഇത് 3മാണ് നോവലിന്റെ സവിശേഷതകളായി പറയും. നിരവധി ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം യാഥാർത്ഥ്യ നിഷ്ഠ, രണ്ടാമത്തെ കാര്യം യുക്തിബദ്ധത, മൂന്നാമത്തെ കാര്യം പ്രമേയ വൈപുല്യം. ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടിരിക്കുമ്പോഴും അനുഭവത്തിൽ നിന്ന് അറിവനുഭവത്തിൽ നിന്ന് ഭാവന കൂടി ചേർത്തുകൊണ്ട് വാക്യം രസാത്മകം കാവ്യം, വാക്യം തിരിച്ചെഴുതിയാൽ കാവ്യമായി. അപ്പൊ വാക്യം രസാത്മകമായി മാറ്റുമ്പോഴാണ് നമ്മളെല്ലാവരും വാക്യം വാചകമായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഉള്ളിൽ സാഹിത്യം വരുന്നില്ല. അപ്പൊ വാക്യം രസാത്മകമാക്കുമ്പോഴാണ് അത് കാവ്യമായിട്ട്. അപ്പൊ അതിന് പ്രതിഭയുടെ മിന്നലാട്ടം ആവശ്യമാണ്. അപ്പൊ ഒരു കൃതി മൊത്തം പരിശോധിക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഴുകുതിരി എന്ത് ചെയ്തു? തന്റെ വെളിച്ചം കൂടുതൽ ശോഭയുള്ളതാക്കാനും മെഴുകുതിരി മറന്നില്ല എന്നാണ്. ഇവരുടെ പ്രണയത്തെ അത്രയേറെ ഊട്ടി ഉറപ്പിക്കാൻ മെഴുകുതിരി തന്റെ ഭാഗം പ്രവർത്തിച്ചു എന്നതാണ്. ഈ നോവൽ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അശോകേട്ടൻ പറഞ്ഞു വളരെ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോവൽ വായിക്കുന്ന ഒരാൾക്ക് മരുന്നുകളുടെ ലോകം എന്ന് പറയുന്ന വളരെ വ്യത്യസ്തവും ഭീകരവുമായ ഒരു ലോകം മരുന്നുകളുടെ ലോകമാണ്. ആ ലോകത്തെ പറ്റി വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു വിവരണം, ഒരു അപഗ്രഥനം, ഒരു പഠനം, ഒരു വിശകലനം, അതിന്റെ സാരസത്ത ഈ നോവലില് നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ ക്യാൻസറിന്റെ മരുന്ന് എന്ന് പറയുന്നതുമായി സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ കമ്പനിയാണ് സിപ്ക എന്ന് പറയുന്ന കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും ഗുണമേന്മയുള്ളതും ഏറ്റവും വില കുറഞ്ഞതുമായ ഓങ്കോളജി പ്രതിരോധ മരുന്ന് ഉണ്ടാക്കുന്നത്. ഇത് വാങ്ങാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുമ്പോൾ അവിടെയുള്ള ഡോക്ടറും നഴ്സും അടക്കമുള്ള മാനേജ്മെന്റ് ഭരണാധികാരികളും അടക്കമുള്ള ആളുകൾ ഈ മരുന്ന് വാങ്ങാൻ തയ്യാറില്ല. പകരം ഇതിനേക്കാൾ ഗുണം കുറവുള്ള വില കൂടുതലുള്ള മരുന്നാണ്. കാരണം അവിടെ മാർജിൻ എന്ന് പറയുന്നത് വലിയ വിലക്കുള്ള മരുന്ന് വാങ്ങുമ്പോൾ മാർജിൻ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു ആകർഷക ഘടകം അവിടെ നിലനിൽക്കുന്നു. അപ്പൊ ഈ പറയുന്ന ഇങ്ങനെയുള്ള അനീതികളെ ചെറിയ തോതിലെങ്കിലും തുറന്നു കാട്ടുന്ന ഒരു ഇടം, സ്പേസ് എന്ന് പറയുന്നത് ഈ നോവല് എപ്പോഴും നോവൽ അല്ലെങ്കിൽ ചെറുകഥ അല്ലെങ്കിൽ ഏത് സാഹിത്യ രൂപമാണെങ്കിലും മനുഷ്യ ജീവിത സന്ദർഭങ്ങളെ കൃത്യമായി ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. അത് ബോധപൂർവമായാലും അബോധപൂർവമായാലും മനുഷ്യ ജീവിത സന്ദർഭങ്ങളെ ആവിഷ്കരിക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെ ഈ മരുന്ന് ലോകത്തെ പറ്റി വായനക്കാരന്റെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ, ഓങ്കോളജി പ്രത്യേകിച്ചും ക്യാൻസറിനെ പറ്റിയിട്ട്, അതിന്റെ പ്രതിരോധത്തെ പറ്റി, മരുന്ന് കമ്പനികളുടെ സ്വഭാവത്തെ പറ്റി, ആ ലോകത്തെ പറ്റിയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇതില് ഈ നോവലിലെ പ്രത്യേകിച്ചും ഈ നാട്ടുജീവിതം ഒക്കെ ആവിഷ്കരിക്കുമ്പോൾ ഈ നോവലിന്റെ യഥാർത്ഥത്തിലുള്ള ഹൃദയം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോ രാമേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ള 1-2 കാര്യങ്ങൾ അത് ഞാൻ അവസാനം പറയാം. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ നോവലിന്റെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഈ പറയുന്ന നവീൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യപ്പറ്റുള്ള ഒരു കഥാപാത്രമാണ്. അത്യാവശ്യം മദ്യപിക്കുന്ന ഒരാളാണ്. ആ മദ്യപിക്കുന്ന ആ സ്വഭാവത്തോട് മകന് യോജിപ്പില്ല. പക്ഷെ അച്ഛനെ അസ്വസ്ഥമായിട്ട് ജോലി കൂടി ആകെ വിഷമായിട്ട്
രാജപ്രസ്ഥ എന്ന് പറയുന്ന കൂട്ടുപാതയ്ക്കടുത്തുള്ള സ്ഥലത്ത് ബാറിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഈ വണ്ടിയുമേ കയറ്റിട്ട് അവിടെ കൊണ്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ തീരെ ഇത് വേണോന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ശോഭിക്കുന്നുണ്ട്. പക്ഷെ ഇറങ്ങി പോണ അച്ഛനോട് കാശ് വേണോന്നും കൂടി അദ്ദേഹം ചോദിക്കുകയാണ്. അച്ഛൻ മദ്യപിക്കുന്നത് ഇഷ്ടപ്പെടാത്ത മകൻ ബാറിന്റെ മുമ്പിൽ കൊണ്ട് ഇറക്കുകയും അദ്ദേഹത്തിനോട് കാശുണ്ടോ കയ്യിലിരിക്കും, കാശ് തരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എനിക്ക് തോന്നിയ വളരെ സൂക്ഷ്മമായ ഒരു കാര്യം, അങ്ങനെ നിൽക്കുന്ന നേരത്ത് അദ്ദേഹം അച്ഛൻ മദ്യപിച്ച് വരുന്ന അതിന് വരെ കാത്തു നിൽക്കുന്ന നേരം ഒരു ഉന്തുവണ്ടി കപ്പലണ്ടി കച്ചവടക്കാരൻ അവിടെ നിൽക്കും. ആ കപ്പലണ്ടി കച്ചവടക്കാരനെ ഇയാൾ നിരീക്ഷിച്ച് ഒരു പൊതി കപ്പലണ്ടി വാങ്ങി കഴിക്കുമ്പോൾ ഇദ്ദേഹത്തിനോട് ചിരിച്ചൊരു ബന്ധവ്യവസ്ഥ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നത്. എന്തിനാണ് ഈ ബന്ധവ്യവസ്ഥ രൂപീകരിക്കുന്നത്? അദ്ദേഹം ചിരിച്ചു. അപ്പൊ എന്താ പേര്? അപ്പൊ അങ്ങനെ പറഞ്ഞ മുൻപരിചയില്ലാത്ത ഒരാളാണ് സംസാരിച്ചു വരുമ്പോ ഇത്ര നേരൊക്കെ രാത്രി ഈ ഉന്തുവണ്ടിയിൽ ഇങ്ങനെ കച്ചവടം നടത്താറുണ്ടോ എന്ന് ഇയാൾ ചോദിക്കുകയാണ്, നവീൻ ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞ ഒരു കാര്യം, അങ്ങനെ ചെയ്യാറൊന്നുമില്ല, പക്ഷെ ഇന്ന് കച്ചവടം തീരെ മോശമാണ്, 10 പൊതി കപ്പലണ്ടി ബാക്കി വന്നു എന്ന് പറയും. എന്നാൽ 2 പൊതി എനിക്ക് തരൂ എന്ന് പറയുന്ന ഒരു വളരെ വളരെ ചെറിയ ഒരു കാര്യമാണെങ്കിലും വളരെ ഗൗരവമുള്ള ഒരു മനുഷ്യന്റെ, അതൊക്കെ ചോറ് വെന്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തം ചോറ് മാത്രം ഞെക്കേണ്ട കാര്യം ഒറ്റ പറ്റി ഞെക്കാൻ മതി എന്ന് പറഞ്ഞ പോലെ ഒരു കഥാപാത്രത്തിന്റെ ആ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു അംശം അത്രയും സൂക്ഷ്മമായി ചിത്രീകരിക്കാൻ ഇവിടെ ഈ നോവലിസ്റ്റിന് സാധിക്കുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ നിരവധി അദ്ദേഹത്തിന്റെ ഈ മനുഷ്യപ്പറ്റിനെ പറ്റി പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ. മെൽവിൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ വർഗീസിനെ വളരെയധികം ക്യാൻസർ ബാധിച്ച് വളരെ വ്യാകുലരായി. നാട്ടുപുറത്തൊക്കെ ക്യാൻസർ വരിക എന്ന് പറഞ്ഞ ഒരു ഭീകര രോഗമായിട്ടാണ് പുറത്ത് പറയാൻ ഒരു ആളുകൾ തയ്യാറാവാത്ത സ്വഭാവം പലർക്കും ഇപ്പോഴും നാട്ടുപുറങ്ങളിലുണ്ട്. അപ്പൊ ഇദ്ദേഹം ഈ കൂട്ടുകാരനെ വന്ന് സംസാരിച്ചിട്ട് എങ്ങനെയും സഹായിക്കുന്നു പറയുമ്പോൾ മെൽവിന്റെ അപ്പനെയും കൊണ്ടിട്ട് ആശുപത്രി പോയി അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ പറയുന്ന നവീനാണ്. അങ്ങനെയുള്ള നവീൻ ഈ പ്രിയ എന്ന് പറയുന്ന നഴ്സുമായിട്ടുള്ള പ്രണയം ഒരു ഘട്ടമെത്തുമ്പോൾ അവരെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്ന, അങ്ങോട്ട് അദ്ദേഹത്തിന്റെ ഭർത്താവ് അനിൽ അങ്ങോട്ട് ചെല്ലാൻ പോകേണ്ടി വരും. ഇവരും ഭർത്താവും തമ്മിൽ അസ്വാരസ്യമുണ്ട്. ഈ ഭർത്താവിന്റെ അടുത്തേക്ക് ഇവര് പോയതോടുകൂടി ഈ പറയുന്ന നവീന് പ്രത്യേകിച്ച് ഒരു ഒറ്റപ്പെടലാണ് ഒരു അനുഭവപ്പെടുന്നത്. ആ ഒറ്റപ്പെടല് ഇദ്ദേഹത്തിന്റെ മരുന്ന് ഉപയോഗത്തിന്റെ തീവ്രത കുറച്ചും കൂടി കൂട്ടുകയാണ്. അങ്ങനെ കഞ്ചാവ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ജോലിയിൽ അശ്രദ്ധ കൂടി അവസാനം ജോലിയിൽ നിന്ന് ഇദ്ദേഹത്തിന് രാജിവെക്കേണ്ട ഒരവസ്ഥ വരിക. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ ഗോവിന്ദൻ നായര് ഹൃദയാഘാതത്തിൽ മരിച്ചു പോകും. അപ്പൊ ഈ ഒരു സാഹചര്യത്തെ പ്രത്യേകിച്ചും ഈ മയക്കുമരുന്നിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റുന്നില്ല, ജോലി പോയി, അങ്ങനെയുള്ള ഒരു ഘട്ടത്തില് ഇദ്ദേഹം എന്തു വന്നാലും മയക്കുമരുന്നിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടി ശ്രമിച്ച് കഞ്ചാവ് വാങ്ങുന്ന പരിപാടി നിർത്തുന്നുണ്ട്. പിന്നെ ഇപ്പോ ആരെ പറഞ്ഞ മാതിരി ആധാരം സിനിമയിൽ അബൂബക്കർ പറഞ്ഞ മാതിരി ഇപ്പോ ഞാൻ മറ്റേ വീട് വലി നിർത്തി. മമ്മൂട്ടി പറയേണ്ട കുഞ്ഞമ്മാവന്റെ വരി കുറച്ച് കൂടുതലാണ് ചുമക്കുമ്പോ. അപ്പൊ നിർത്തി മോനെ നീ വീഡിയോയിൽ നിർത്തി, ഇപ്പൊ ഞാൻ സിഗരറ്റ് ആക്കി എന്ന് പറഞ്ഞ മാതിരി ഇദ്ദേഹം ഈ പറയുന്ന മറ്റേ മയക്കുമരുന്ന് കഞ്ചാവ് അടി നിർത്തിയിട്ട് പിന്നെ അവസാനം അഭയം തേടുന്നത് മറ്റേ മദ്യപിക്കലാണ്, ബാറിൽ പോയി മദ്യപിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇദ്ദേഹം നശിച്ചു പോകുന്ന ഒരു ഘട്ടത്തില് അമ്മ അച്ഛന്റെ അനുജനായിട്ടുള്ള സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആൾ ഡൽഹിയിലുണ്ട്, അവിടേക്ക് കൊണ്ടുപോയി സഹായിച്ച് ഇവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അവിടെ യാദൃശ്യമായിട്ട് ഇയാൾ സൈക്കാട്രി ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുന്ന നേരത്തെ യാദൃശ്യമായി പ്രിയ എന്ന് പറയുന്ന യുവതി, ഈ ഭർത്തൃമതിയായിട്ടുള്ള ഈ നഴ്സ് അവിടെ എത്തുമ്പോൾ ഇവർ തമ്മിൽ സംഭാഷണം നടത്തുകയും അവരെ ഭർത്താവ് സ്വവർഗാനുരാഗിയാണെന്ന് മനസ്സിലാക്കി അയാളെ ഉപേക്ഷിച്ച് അവരിങ്ങോട്ട് പോകുന്ന ഡൽഹിയിൽ ജോലി ചെയ്യുകയാണെന്നും അങ്ങനെ ഇവര് തമ്മില് വീട്ടുകാരുടെ സഹായത്തോടു കൂടി വിവാഹം കഴിച്ച് പ്രണയത്തെ വീണ്ടെടുക്കുന്നു. ഇത്രയാണ് ഇതിന്റെ ചുരുക്കത്തിലുള്ള ഈ കഥാപ്രമേയം. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ ഈ അവതാരികയില് രാമൻ വക്കീൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 2 കാര്യങ്ങളാണ് അദ്ദേഹം ഈ അവതാരികയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ജീവിതം ജീവിച്ചു തീർക്കുന്നതിന് ഏതൊരു മനുഷ്യനും സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും ഒരു അഭയസ്ഥാനത്തിന്റെ ആവശ്യകതയും. ചൂടുള്ളപ്പോൾ തണുപ്പായും തണുക്കുമ്പോൾ ചൂടായും മുങ്ങിപ്പോകുമ്പോൾ പൊങ്ങിയെടുക്കാൻ ഒരു കയ്യായും ഏതവസ്ഥയിലും മുഖംമൂടിയില്ലാതെ സമീപിക്കാനും ഇടപഴകാനും ആലംബവുമായി ഒരാൾ ലോകത്തിന്റെ വിദൂര കോണിലേക്ക് പോകുമ്പോൾ ഗുരുത്വാകർഷണം പോലെ തിരിച്ചു വരാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തി, ആ ഒരാൾ ഈ നോവലിലെ പ്രിയ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അവര് ഈ ഗൾഫിലേക്ക് പോയപ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന
ഈ പട്ടം പോലെ അദ്ദേഹത്തിന്റെ ജീവിത നിയന്ത്രണത്തിന്റെ ചരട് പൊട്ടിപ്പോയതുപോലെ തോന്നുകയാണ്. അപ്പൊ നമ്മളെ എല്ലാ മനുഷ്യർക്കും ജീവിക്കുമ്പോൾ ഒരു മെന്ററിങ് ആവശ്യമായിട്ടുള്ള അനേകം ജീവിത സന്ദർഭങ്ങൾ നമുക്ക് നേരിടാം. അപ്പൊ ആ മെന്ററിങ് കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ഉണ്ടാകുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ അവരോട് പറയുമ്പോൾ പിന്നീട് അവരുമായിട്ട് നമ്മൾ ശത്രുതയിലായാൽ പോലും അതെടുത്ത് നമ്മുടെ നെഞ്ചത്തേക്ക് കുത്താത്ത തരത്തിലുള്ള ആളുകളെയാണ് യഥാർത്ഥത്തിൽ സുഹൃത്ത് എന്ന് പറയുന്നത്. പ്രതിഫലേച്ഛ കൂടാതെ ആപത്തിൽ സഹായിക്കുന്നവനാണ് സുഹൃത്ത് എന്ന് ഗീതയിൽ പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സൗഹൃദ ബന്ധ വ്യവസ്ഥ രൂപപ്പെടുത്തുന്നുണ്ട്. ആ ബന്ധവ്യവസ്ഥ പൊട്ടിയപ്പോഴാണ് ഇദ്ദേഹം ഈ പറയുന്ന പൊട്ടിയ വട്ടം പോലെ പോയി എന്ന് രാമൻ സാർ ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. മറ്റൊരു ഗൗരവമായിട്ടൊരു കാര്യം, ഈ അധികാരം എപ്പോഴും സാധാരണ മനുഷ്യനെതിരെ, എല്ലാ അധികാര വ്യവസ്ഥകളും സാധാരണ മനുഷ്യനെതിരെ. ഈ നോവലിന്റെ നവീൻ എന്ന് പറയുന്ന ആള് ഇത്രയും വലിയ കോർപ്പറേറ്റ് ജീവനായിട്ടുള്ള സിക്ക കമ്പനിയുമായി ഏറ്റുമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട് ഈ നോവലിൽ. അത് ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഇദ്ദേഹം ആരുമല്ല, ഒരു സാധാരണ ജീവിതമാർഗത്തിന് ഒരു റെപ്രസെന്റേറ്റീവായി ജോലി ചെയ്യുന്ന ഇദ്ദേഹമാണ് ഈ കോർപ്പറേറ്റ് ഭീമനായിട്ടുള്ള ഈ കമ്പനിയുമായി ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പൊ അധികാര ശക്തികളെ വെല്ലുവിളിക്കാൻ കാണിക്കുന്ന ഒരു ഊറ്റം അല്ലെങ്കിൽ ഒരു ധൈര്യം ഈ പറയുന്ന കഥാപാത്രം ഇവിടെ നടത്തുന്നത്. മൊത്തത്തിൽ ഈ നോവലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കൗതുകരമായ 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ നാട്ടുപുറത്ത് ഗോവിന്ദൻ നായർ ഇയാളുടെ അച്ഛനും അതുപോലെ തന്നെ കൂട്ടുകാരായിട്ടുള്ള മേനത്ത് കൃഷ്ണൻ നായരും പിന്നെ ഒരു അപ്പുണ്ണി എന്ന് പറയുന്ന ആളും കൂടിയിട്ട് കള്ളുഷാപ്പിൽ പോകുന്ന ഒരു നേരം വെളിച്ചാകുമ്പോൾ തന്നെ കള്ളുഷാപ്പിൽ എന്തിരിക്കുകയാണ് ഇവർ കാത്തിരിക്കുന്നത്. കുട്ടപ്പേട്ട ഷാപ്പിൽ കാത്തിരിക്കുന്നത് മായം ചേർക്കാത്ത കള്ളുമായി വരുന്ന ഷാജിയുടെ കള്ള് അന്വേഷിച്ചിട്ടാണ് അവർ ചെന്നിരിക്കുന്നത്. ഇതുപോലുള്ള വളരെ രസകരമായ, അപ്പൊ നമ്മൾ ഇത് വായിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ചില കഥാപാത്രങ്ങളെ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ SK പൊറ്റക്കാടിന്റെ അങ്ങനെയുള്ള തകഴിയുടെ ഒക്കെ നോവലുകൾ വായിക്കുമ്പോൾ ആ കഥാപാത്രം നമ്മുടെ അവിടെ കണ്ടാണല്ലോ എന്ന് തോന്നുന്ന അതല്ല ഇത് എന്ന് തോന്നുന്ന ഒരു സന്ദർഭം. ഇതാണ് കൃതിയുടെ ഏറ്റവും വലിയ വിജയം. അതാണ് യാഥാർത്ഥ്യ നിഷ്ഠ എന്ന് പറഞ്ഞത്. ഈ പറയുന്ന കള്ളുഷാപ്പിൽ കാത്തിരിക്കുന്നപ്പോ നമ്മൾ നേരം വിളിച്ചപ്പോ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരം കാഴ്ചകളൊക്കെ നമ്മൾ കാണും. നമ്മളെല്ലാവരും ഇതൊക്കെ കാണാറുണ്ട്. പക്ഷെ അതൊരു നോവലില് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, അതുപോലെ ഈ ശിവലഹരി അല്ലെങ്കിൽ കഞ്ചാവ് മേടിക്കാൻ വേണ്ടി ഈ ആശാനെ തേടുമ്പോ ആശാൻ ചെറുതുരുത്തിയിലുള്ള ഒരു ഏജൻസിനെ ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് കഞ്ചാവ് മേടിക്കാൻ വേണ്ടി. അപ്പൊ കഞ്ചാവ് മേടിക്കുമ്പോൾ അയാൾ പോയി കഞ്ചാവ് മേടിക്കുന്ന നേരത്ത് നവീന് മനസ്സിലാവുന്നത് ഈ കഞ്ചാവ് തരുന്ന ആളുകൾ ഒരു പ്രധാന പണി മോഷണമാണ്. അപ്പൊ ഈ ഇതില് പറയുന്ന ഒരു രസകരമായ ഒരു തമാശ എന്ന് പറയുന്നത്, നവീന് ഷജീറിനെ പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം തോന്നി. കാരണം തന്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരു കള്ളൻ കൂടി ഉണ്ട് എന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമായിരുന്നു എന്നാണ്. അപ്പൊ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ വായനക്കാരന് ഒരു ഹാസ്യം ആണെങ്കിൽ പോലും അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. അപ്പൊ നമ്മള് ഈ റോഡ് കൂടെ പോകുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിതം ജീവിച്ചു നിൽക്കുമ്പോൾ കാണുന്ന നിരവധി ജീവിത സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഒരു നോവലിസ്റ്റ് അല്ലെങ്കിൽ എഴുത്തുകാരൻ വളരെ കൗതുകകരമായി അത്തരം ജീവിത സന്ദർഭങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് സ്പേസ് ആ കൃതിയിൽ അടയാളപ്പെടുത്തുമ്പോഴാണ് ആ കൃതിക്ക് ഒരു സാഹിത്യ ശോഭ ഉണ്ടാവുന്നത്. ഇത്തരത്തിലുള്ള നിരവധി ജീവിത സന്ദർഭങ്ങൾ ഈ കൃതിയില് ഉണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ രാമേട്ടന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു നിരീക്ഷണം, സമൂഹവും സർക്കാരും അടക്കമുള്ള സംഘടിത പ്രസ്ഥാനങ്ങളെല്ലാം വ്യക്തികൾക്കും അയാളുടെ സ്വതന്ത്രമായ ഇച്ഛയ്ക്കും എതിരായിട്ടുള്ള ഒരു ഗൂഢാലോചനയിലാണെന്ന് ചില തത്വചിന്തകന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഒരു ഗൂഢാലോചനയ്ക്കെതിരായുള്ള ഒരു വ്യക്തിയുടെ ചെറുത്തുനിൽപ്പാണ് ഈ നോവൽ എന്നാണ് രാമേട്ടന്റെ നിരീക്ഷണം. ആ നിരീക്ഷണത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ നാട്ടു ജീവിതം നയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ രമണി ടീച്ചറെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അമ്മയുടെ അമ്മയായിട്ടുള്ള ദാക്ഷായണി അമ്മേനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ അച്ഛനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. കൂട്ടുകാർക്ക് വിഷമങ്ങൾ വരുമ്പോൾ ഓടിച്ചാടി അതിലൊക്കെ ഇടപെടുന്നു. തിരക്ക് ആയിട്ട് കഞ്ചാവ് അടിച്ച് നടക്കുന്ന കാലത്ത് പോലും ഗോവയില് മീറ്റിങ്ങിന് പോയി വരുമ്പോൾ പെങ്ങൾ പറഞ്ഞ ഒരു സമ്മാനം പെങ്ങൾക്ക് മേടിച്ചുകൊണ്ടിരാനായിട്ട് മറക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മയക്കുമരുന്നിലേക്ക് അടിതെറ്റി വീഴുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ സ്നേഹമസൃണമായ മനുഷ്യപ്പറ്റുള്ള ഒരു സ്വഭാവ വിശേഷത്തിന് യാതൊരു പോറൽ പോലും ഏൽക്കുന്നില്ല എന്നുള്ള ഇടത്ത് നിന്ന് നമ്മളൊരു വായനക്കാരൻ ഈ നോവലിൽ നിരീക്ഷിക്കുമ്പോൾ ഈ നവീന്റെ ഈ പറഞ്ഞ ദുർഘടാവസ്ഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് വേദനിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യപ്പറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു അപകടവും സംഭവിക്കരുത് എന്ന് എല്ലാ മനുഷ്യപ്പറ്റുള്ള ആളുകളും കരുതുന്നത് എന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ കൃതി എന്ന് പറയുന്നത്
ഇതിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പറ്റുള്ള ഒരു കഥാപാത്രത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രണയത്തെയും പ്രണയസ്തംഭനാവസ്ഥയും അത് സ്വയം മുറിച്ചു കടന്ന് ജീവിതം തിരിച്ചു പിടിക്കുന്നതിലേക്ക് കൊണ്ടുവരുന്ന ഒരു നാട്ടുപുറത്തെ പൊതുവെ വളരെ സിമ്പിൾ ആയിട്ട്, പ്രത്യേകിച്ചും ഇതിലെ ചില കഥകളി പദങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ മനോവേഷം വരുമ്പോൾ കഥകളി പദങ്ങളൊക്കെ പാടാൻ വേണ്ടി സംഗീതജ്ഞനായിട്ടുള്ള ഈ ദേവദാസൻ കലാമന്ദിരത്തിലെ ആശാനായിട്ടുള്ള ആളെ കാണുന്നുണ്ട്. അദ്ദേഹം 3 ഘട്ടങ്ങളായി 3 കഥകളി പദങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് മറ്റേ പാഞ്ചാല രാജ തനേ എന്ന് പറയുന്ന ഒരു പദം, പിന്നെ കണ്ണിമാർ കുഴലി അല്ലെ ജഗനെ, മൂന്നാമത്തത് മറിമാൻ കണ്ണി. മറിമാൻ കണ്ണി എന്ന് പറയുന്ന ഒരു നാടകം അല്ലെ, നാടകം ഞാനത് വായിച്ചപ്പോ മറിമാൻ കണ്ണി വായിച്ചപ്പോ നാടകമാണ് ആലോചിച്ചു പോയത്. അപ്പൊ ഇതൊക്കെ തന്നെ വ്യത്യസ്ത ജീവിത സന്ദർഭങ്ങൾക്ക് അനുഗുണമായ രീതിയിൽ ഈ കഥകളി പദങ്ങളുടെ ആലാപനത്തെ സന്നിവേശിപ്പിക്കാൻ നോവലിസ്റ്റിന് കഴിയുന്നുണ്ട് എന്നതാണ്. അത് ബിംബങ്ങളാണ്. ഈ കഥകളി പദങ്ങളൊക്കെ ബിംബാത്മകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. മറ്റൊന്ന്, ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് പെരിങ്ങാട്ടിരി ഗ്രാമത്തിന്റെ തൊട്ടടുത്താണ്, ആ ഗ്രാമത്തിലൂടെയാണ് ഈ നിളാനദി ഒഴുകി പോകുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ജനാല തുറന്നാൽ നിളാനദി കാണാം. കാലത്തും വൈകുന്നേരം ഇയാൾ അവിടെ പോയി കുളിക്കുന്നുണ്ട്. അതിൽ 3 ബിംബങ്ങളെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം നിളാനദിയിലെ കുളിയാണ് ഇദ്ദേഹത്തിന്റെ സ്ഥിരം സ്വഭാവം. രണ്ടാമത്തെ കാര്യം പൂമരച്ചോട്ടിൽ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്ന് പറയുന്ന രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തെ, അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ മയിൽക്കൂട്ടങ്ങൾ ഇങ്ങനെ ശബ്ദങ്ങൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഈ 3 ബിംബങ്ങളെ കഥാനായകന്റെ വ്യത്യസ്ത മാനസിക നില ഉള്ള സന്ദർഭങ്ങൾക്ക് അനുകൂലമായി വ്യത്യസ്ത ഭാവങ്ങളിൽ ആവിഷ്കരിക്കാൻ നോവലിസ്റ്റ് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നതാണ്. അപ്പോ ഈ പറയുന്ന നോവൽ എന്ന് പറയുന്നത് അശോകേട്ടനും അതുപോലെ തന്നെ ഇവിടെ വിനയേട്ടനൊക്കെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ചും ഒരു കേരളത്തിലെ ഇന്ന് ലോക മലയാളികൾ തന്നെ അവരുടെ മുമ്പിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള എല്ലാവരും നെഞ്ചേറ്റ് വാങ്ങിയിട്ടുള്ള ഒരു കഥാകൃത്ത് നോവലിസ്റ്റാണ് ഇവിടെ ഇരിക്കുന്നത് അശോകേട്ടൻ. അതുപോലെ തന്നെ വളരെ പ്രശസ്തനായ നോവലിസ്റ്റും ചെറുകഥ, മലയാളത്തിലെ 2 താരങ്ങളാണ് ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ഇവര് 2 പേരും ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈരാദി വസ്തുക്കൾ അശുദ്ധമായ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകുമെന്ന് നാട്ടുപുറത്ത് പറഞ്ഞ പോലെ ഈ സാധനം ഈ പറയുന്ന ജഗനെ, ഞാൻ ജഗനെ കാണുന്ന സൈസ് വലിപ്പാണെങ്കിൽ എനിക്ക് എന്താ ജഗൻകുട്ടി എന്ന് പറയാനാ തോന്നുന്നത്. കാരണം അത്ര ഒരു ഉദ്ധാത്മാവായ ഒരു പാവത്താനായിട്ടാണ് ഇയാളെ എനിക്ക് തോന്നാറുണ്ട്. ഈ പാവത്താൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്, പാവത്താൻ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്, കന്നഡ നോവല്. ഈ പാവത്താന് ഇനിയും മലയാള സാഹിത്യത്തിൽ മറ്റാരും എഴുതാത്ത രീതിയിൽ അന്യാദർശതയോടെ തന്റെ കൃതികൾ ആവിഷ്കരിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതിയാനം എന്ന നോവലിന്റെ കോപ്പികൾ വേദിക്ക് സൈഡിൽ ഒരുക്കിയിരിക്കുന്ന കൗണ്ടറിൽ ലഭ്യമാണ്. എല്ലാവരും പുസ്തകം വായിക്കണമെന്നും അഭിപ്രായങ്ങൾ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഒരു സൃഷ്ടി പൂർണ്ണമാകുന്നത് അത് എഴുതുന്ന കൈകൾ കൊണ്ട് മാത്രമല്ല, അതിനെ ചേർത്ത് പിടിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന, ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന ഒരുപാട് മനസ്സുകളുടെ കരുതൽ കൂടി ചേരുമ്പോഴാണ്. സ്മൃതിയാനം എന്ന ഈ പുസ്തകം ഒരു സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയതിന്റെ പിന്നിൽ എഴുത്തുകാരനോടൊപ്പം സഞ്ചരിച്ച, വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും പിന്തുണ നൽകിയ നിരവധി സുമനസ്സുകളുണ്ട്. അവരുടെ സ്നേഹത്തിനും കരുതലിനും നന്ദി പറയുക മാത്രമല്ല, അവരുടെ അനുഗ്രഹാശംസകൾ ഈ വേദിയിൽ കേൾക്കുക കൂടി വേണം. ഈ പുസ്തകത്തെയും അതിൻ്റെ സൃഷ്ടാവിനെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാനും ആശംസകൾ അറിയിക്കാനുമായി ഇനി അനുമോദന സമയമാണ്. ഈ പരിപാടിക്ക് അനുമോദനങ്ങൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത് ശ്രീ സൂരജ് ES. അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകത്തെ കുറിച്ചിട്ടോ ലോകത്തെ കുറിച്ചിട്ടോ പറയാൻ ഞാൻ ആരുമില്ല. നിങ്ങളൊക്കെ വന്നതുപോലെ ജഗന്റെ അടുത്തൊരു സുഹൃത്ത് എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ജഗന്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മളവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എത്തിയതാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ സംഭാഷണങ്ങളിൽ നിന്ന് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഡീറ്റെയിലിംഗ് എന്ന് പറയുന്ന സംഗതി എത്രണ്ട് ആവശ്യമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ വിഷ്വൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ വിഷ്വൽ മീഡിയയിൽ എത്രണ്ട് ഡീറ്റെയിലിംഗ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് കൈ കിട്ടുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ, ഷൂട്ടിങ്ങിന് മുന്നേ കൈ കിട്ടി വായിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുള്ളതാണ് ഇത് വിഷ്വലൈസിങ് വരുമ്പോൾ ഇതിൻ്റെ ഡ്യൂറേഷൻ അങ്ങനെയുള്ള സംഗതികൾ. അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ എന്താ പറയുക, അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. എത്രണ്ട് ക്രിസ്പായിട്ട് സംഗതികൾ പറയണം, അതല്ലെങ്കിൽ വായനക്കാരൻ്റെ, അതല്ലെങ്കിൽ
എന്താ പറയുക, ഇത് വിഷു കാണുന്ന ഒരാളുടെ അറ്റൻഷൻ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സമയം എന്നുള്ളതിനെ കുറിച്ചൊക്കെ, അപ്പം അങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയ വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു. ഒപ്പം ജഗൻ്റെ ഈ സ്മൃതിയാനം എന്നുള്ള പുസ്തകം വലിയ വിജയമാവട്ടെ. മലയാളികളുടെ അല്ലെങ്കിൽ വായനക്കാരുടെ മുറിയിൽ ഇനിയും ആ പേരുകൾ നിറയട്ടെ. എല്ലാവിധ ആശംസകൾ. പുസ്തകത്തിനെ പറ്റി ജോഫി മാഷ് പറഞ്ഞതിനേക്കാൾ അപ്പുറം ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്കോ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ അവതാരിക എഴുതണമെന്ന് ജഗൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട, ഞാൻ ജോഫി മാഷോട് അവതാരിക എഴുതി തരാൻ പറയുന്നു പറഞ്ഞു. അപ്പോൾ അപ്പോഴാണ് പറഞ്ഞത് ജോഫി മാഷ് പിന്നെ അവതരണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൽ. അത് രാമൻ തന്നെ പറയണം. ജഗൻ്റെ അച്ഛൻ വിഷ്ണുവും ഞാനും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അനന്തനാണെങ്കിൽ അവരുടെ കുടുംബം നാമങ്ങളും തറവാടും ഞങ്ങളൊക്കെ തമ്മിൽ വളരെ വളരെ അടുത്ത ബന്ധമാണ് അന്നും ഇന്നും ഒക്കെ. അപ്പോൾ അത്രയും അടുപ്പമുള്ള ആൾക്കാർ പറയുമ്പോൾ നോ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് എന്നാൽ ഇപ്പോൾ ഞാൻ മതിയെന്ന് വെച്ചാൽ ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പുസ്തകം കൊണ്ടൊന്നും തരാൻ ചെയ്തു. അത് പക്ഷേ ജോഫി മാഷ അത് വായിക്കുന്ന ഞാൻ വിചാരിച്ചില്ല. വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഒരുപാട്. പിന്നെ പുസ്തകത്തിനെ പറ്റിയിട്ടല്ല, ഈ അവതാരികയിൽ തന്നെ ഒരു പുസ്തകത്തിൻ്റെ ഒരു അസംസ്കൃത വസ്തുക്കളൊക്കെ ജഗൻ തന്നെ അനുഭവിച്ചു തീർത്തിട്ടുള്ള ഈ ചൂള പോലെയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാവാനേ വഴിയുള്ളൂ. ഇത് പക്ഷേ സ്മൃതിഗാനം ആ ജീവിതത്തിൻ്റെ ഒരു അധ്യായം മാത്രമാണ്. ഇതുപോലുള്ള ധാരാളം അധ്യായങ്ങൾ ഇനിയും ജഗൻ്റെ മനസ്സിൽ ഓർമ്മകളായിട്ടും അനുഭവങ്ങളായിട്ടും മുറിവുകളായിട്ടും ആശ്വാസങ്ങളായിട്ടും ഒക്കെ ഉണ്ടാവും. ആ ഓർമ്മകളും ഇതുപോലെ പുറത്ത് എല്ലാവരും അറിയത്തക്ക വിധത്തിൽ അക്ഷരങ്ങളായിട്ട് പുറത്തേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പുസ്തകം എല്ലാ സഹൃദയരും നന്നായി വായിച്ച് അതിനെ കൊണ്ടാടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നൽകുന്നുണ്ട്. നന്ദി. ഈ പരിപാടിക്ക് അനുമോദനങ്ങൾ അർപ്പിക്കാൻ അടുത്തതായി എത്തിയിട്ടുള്ളത് ശില്പിയും സാമൂഹിക പ്രവർത്തകനുമായ സൂര്യൻ മാസ്റ്റർ. ശ്രീ സൂര്യൻ മാസ്റ്ററിനെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലെ അശോക് മാഷ്, വിനയന്റെ ജോഫി മാഷ്, അങ്ങനെ എല്ലാവരുടെയും സദസ്സിലെ പത്രമേലക്കാരുടെയും സുഹൃത്തുക്കളുടെയും പ്രത്യേകിച്ച് ജഗന്റെ അമ്മ സാവിത്രിയുടെയും കൂടി അനുവാദത്തോടെ ജയന് എല്ലാവരും വിളിച്ച് നല്ല വാർത്ത പറയാം. ഒരു നല്ല ഒന്നാവട്ടെ ആശംസിക്കുന്നു. ഇതിൽ ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ അറിയില്ല. ജഗൻ ഒരാൾ ജനിച്ചിട്ടുണ്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ജഗൻ ഒരാൾ ജനിച്ചിട്ടുണ്ട്. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കാണുന്നതൊക്കെ. പക്ഷെ ഇങ്ങനെ ജഗ ജില്ലയൊന്നും ഞാൻ ജനിച്ചില്ലേ. അപ്പൊ പിന്നെ സ്കൂളിൽ പഠിച്ചില്ല, ഞാൻ പഠിച്ചില്ല. വിളിച്ചാൽ നന്നായിരുന്നു. പക്ഷേ എനിക്കതിൽ പറയാനുള്ളത് ഞാൻ പരമാവധി ശ്രമിച്ചു. ഇയാളെ എഴുതി കൊണ്ടുവരും, വായിക്കാൻ പറയും. അപ്പൊ ഞാൻ ഈ നോവലെന്ന് പറയുന്നത് നമ്മള് ചെറുപ്പത്തിൽ അശോകന്റെ കാലത്ത് നമ്മള് പാവങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു 9ാം ക്ലാസ് പഠിക്കുമ്പോൾ. പിന്നെ അത് വായിച്ച ഒരാൾ നോവൽ എഴുതാൻ തുടങ്ങി. അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല. നമ്മുടെ നോവല് മഹാഭാരത, അത് അനിഷ്ടത്തില് അന്ന് എഴുതി വായിക്കുന്നില്ലാത്ത കാരണം ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു താളത്തിലിടാണ്. അതിനപ്പുറം എന്താണ്? ഇത് ഇംഗ്ലീഷിൽ നിന്ന് 100 കൊല്ലത്തിന് മുമ്പ് 900 ലണ്ടനില്, യൂറോപ്പിലൊക്കെ ലണ്ടനിലൊക്കെ
ഡിറ്റക്റ്റീവ് നോവലുകളിൽ എഴുതുന്ന ആൾക്കാരുടെ മാത്രം സംഘടനയുണ്ട്. ഞാൻ ഇവിടെ ആഗ്രഹിങ്ങനെ വായിച്ചു, ഇപ്പൊ കമ്പ്ലീറ്റ് വായിച്ചു. അല്ല, ഡിറ്റക്റ്റീവ് നോവലുകൾ മാത്രം. അന്ന് ഫോണുണ്ട്, അവിടെ ലിഫ്റ്റ് ഉണ്ട്. അന്നൊന്നും ഇവിടെ നമ്മുടെ നാട്ടിലൊന്നുമില്ല. ആ നോവലിന് ഈ പറഞ്ഞ പോലെ സാധാരണ നോവലിന്റെ നിയമം പോലെ ആ നോവലിൽ 10 നോവലിസ്റ്റുകളുടെ സംഘടനയ്ക്ക് 10 നിബന്ധനകളുണ്ട്. ഒന്ന്, ഈ ആഖ്യാതാവ് കള്ളനാവാൻ പാടില്ല. കള്ളനെ പിടിക്കാമല്ലോ, അവസാനം എന്നെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ആളുണ്ടോ, അയാളും അവസാനം ഇയാളാണ്. അങ്ങനെ ഒരു 10 നിബന്ധനകൾ അന്ന് 126 കൊല്ലം മുമ്പ് അവരോട് വെച്ചിട്ടുണ്ട്. അപ്പോ ആ നിബന്ധനകളൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആദ്യം കൽക്കട്ടയിൽ വന്നു, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വന്നു. അപ്പൊ കൽക്കട്ടക്കാർ വലിയ ആൾക്കാരെ പിന്നെ കുറെ എഴുതിട്ടേ വന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ പാവങ്ങളാണ്. അപ്പോ ആ ഉപാധികളൊന്നും കൂടാതെ സ്വതന്ത്രമായിട്ട് എഴുതുക. രണ്ടാമത്തെ നോവല് കണ്ടപ്പോഴും പരമാവധി ഇത്ര ഉണ്ടത് ഞാൻ എന്ത് ചെയ്യാനാണ് പരമാവധി നിരുത്സാഹപ്പെടുത്തി. കാരണം പല എഴുത്തുകാരും ചിത്രകാരന്മാരും ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് ഡിഗ്രി ഒരുപാട് ഇതൊക്കെ ആയിട്ട് അവസാനം നേർച്ചക്കോഴികളെ പോലെ. നേർച്ചക്കോഴി എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ, ചിന്തയിൽ ഇനി അടുത്ത നോവൽ മാത്രമാണ്. ഇയാൾക്ക് നല്ല ജോലി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇനി ചിന്തയിൽ എന്താണ് ഈ സംഗതി മാത്രം. എന്തായി, സമൂഹമായിട്ട് ബന്ധമൊക്കെ ഉണ്ടാവും, പക്ഷെ പല കാര്യങ്ങളിലും നമ്മൾ കിട്ടുന്നു അല്ലേ? നമുക്കറിയാലോ, അറിയാം, പല കാര്യങ്ങളിലും പോകും. അപ്പൊ അങ്ങനെ ഒരാളാവാതെ കുടുംബത്തിൽ നല്ലൊരാളാവട്ടെ എന്നുള്ള മോഹം കൊണ്ട് പരമാവധി ശ്രദ്ധിച്ചു ഞാൻ. പക്ഷെ ഇപ്പൊ അവർക്ക് എഴുതാതിരിക്കാൻ വയ്യാതെ, അതാണ് സത്യം. എഴുതാതിരിക്കാൻ പറ്റില്ല, കുടുങ്ങിയാൽ ഇനി എഴുതാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പണിയില്ലെങ്കിൽ പിന്നെ വലിയ അങ്ങനെ നമ്മളാണ് എഴുതാം. അതാണ് വിചാരം. ആ മുട്ടല് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഞാൻ തടുത്താലും നിൽക്കില്ല. ഇതിൻ്റെയൊക്കെ ഞാൻ അധികം പറയില്ല. എല്ലാവരും സന്തോഷം. നന്ദി സൂര്യൻ മാസ്റ്റർ. അടുത്തതായി പേലൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ ജനപ്രിയ മെമ്പർ ബഹുമാന്യനായ ശ്രീ അബൂക്ക, അദ്ദേഹത്തിനെ നമ്മുടെ അടുത്ത പ്രഭാഷകൻ സ്മൃതിയാനം എന്ന ഈ സാഹിത്യ സംരംഭത്തിന് ആശംസകൾ അർപ്പിക്കാനും തൻ്റെ ഹൃദ്യമായ വാക്കുകളിലൂടെ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനും ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, സ്മൃതിയാനം ജഗൻ്റെ 2ാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ ബുക്ക് ഷാർജയിൽ വെച്ച് അതിൻ്റെ പ്രകാശനം നിർവഹിക്കുമ്പോൾ ഞാൻ ദുബായിലുണ്ട്. അന്നത്തെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് വലിയ സന്തോഷം നൽകുന്ന, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം. അതായത് ഞാൻ ജഗൻ്റെ നാട്ടുകാരനാണ് എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. ജഗനെ കുറിച്ച് പറയുമ്പോൾ ജഗൻ്റെ അച്ഛനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. പാത്രമംഗലം എന്ന ഗ്രാമത്തിൽ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ വലിയ ഒരു നാടക സദസ്സ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. രാമേട്ടൻ ഉൾപ്പെടെയുള്ള രാമേട്ടൻ്റെ ബ്രദേഴ്സ്, തോമസ് വടക്കൻ, അതുപോലെ വിഷ്ണുട്ടൻ, ജഗൻ്റെ അച്ഛൻ. ആ കാലഘട്ടം മുതൽ വലിയ ഒരു സംഘാടകനാണ് ജഗൻ്റെ അച്ഛൻ. ഞാൻ ഗൾഫിലൊക്കെ പോകുന്നതിന് മുമ്പ് 3 നാടകത്തിൽ അവിടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആ കലാരംഗം മുഴുവൻ സംഘടിപ്പിക്കുന്നതും യാതൊരു വക എന്താ പറയുക, ആൾക്ക് അതിനോട് ജഗൻ്റെ അച്ഛന് ആ വേദിയിൽ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ കയറണം എന്നുള്ള ഒരു താല്പര്യമില്ലാതെ നാട്ടിലെ കലാകാരന്മാർക്ക് വേണ്ടി മുഴുനീളം 24 മണിക്കൂറും എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ജഗൻ്റെ അച്ഛൻ. കൃഷ്ണേട്ടന് അതിനെ പ്രത്യേകിച്ചൊരിടം ആവശ്യമില്ല.
പക്ഷെ ഞങ്ങളെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് കൃഷ്ണേട്ടൻ അതിൻ്റെ നേതൃത്വത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഈ വേളയിൽ ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ്. ജഗൻ എഴുതിയ ഈ പുസ്തകത്തിന് അല്ലെങ്കിൽ ഈ നോവലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരനായ ജഗന് കൂടുതൽ എഴുതാനും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ജീവിതത്തിലുടനീളം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അഷ്റഫ് ഖാൻ. എല്ലാവർക്കും നമസ്കാരം. കൂടുതലൊന്നും പറയാനില്ല. രണ്ടാമത്തെ പുസ്തകമായിട്ടോ ഈ സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡൊക്കെ ആയിട്ടോ ഉണ്ടാവും. എല്ലാവർക്കും ആശംസകൾ. ഡോക്ടർ സതീഷ് പരമേശ്വരൻ. ജഗൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഒരു 10-15 കൊല്ലം 16 കൊല്ലം മുമ്പ് എൻ്റെ തിരക്കുള്ള പ്രാക്ടീസിനിടയിൽ എനിക്ക് തികച്ചും അസ്വാസ്ഥ്യം ഉണ്ടാക്കിക്കൊണ്ട് റഫ് തുറന്നു വന്നു. നിറാസൊക്കെ എന്നുള്ള ഒരു മരുന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ തർക്കത്തിലാണ് ജഗനും ഞാനും തമ്മിൽ ഉള്ള ബന്ധം ആരംഭിച്ചത്. പിന്നീട് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യും. അത് പറഞ്ഞപ്പോൾ അത് പറയാൻ പാടില്ല, എന്നാലും ഇവിടെ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം വർക്ക് ചെയ്യുകയും അതിനുശേഷം പിന്നീട് ഓങ്കോളജി ഡിവിഷനിൽ തന്നെ ജഗൻ വർക്ക് ചെയ്യുകയും ഫാർമസ്യൂട്ടിക്കൽ ബന്ധമല്ല, രാത്രി വന്ന് വൃന്ദാവന സാരംഗത്തിൽ പാട്ട് പാടുക, 12 മണി വരെ പാട്ട് പാടുക, പുല്ലാങ്കോല് വായിക്കുക, പിന്നെ ചെണ്ട പൊട്ടുന്ന ജഗൻ. ഞാനും കുറച്ച് കൊട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ആസാന്റെ കൂടെ ഒരു ഫ്യൂഷൻ കൊട്ടൽ, പിന്നെ പാചകക്കാരനായിട്ടുള്ള ജഗൻ, പിന്നെ സഞ്ചാരിയായിട്ടുള്ള ജഗൻ. രാത്രി 12 മണിക്ക് ഞാൻ വിളിച്ചിട്ട് ജഗ നിന്നെ കാണണം ആഗ്രഹമുണ്ട് പറയുമ്പോഴേക്കും പത്രമംഗലത്ത് നിന്ന് വെറും 20 മിനിറ്റ് കൊണ്ട് ചേലക്കരയിൽ എൻ്റെ വീടിന് മുമ്പിൽ ലാൻഡ് ചെയ്തിട്ട് പുഞ്ചിരിച്ചിട്ട് കണ്ടില്ലേ ഇതാ പോണോ തിരിച്ചു പോണ ജഗൻ. അങ്ങനെ പിന്നീട് ചില ഘട്ടങ്ങളിൽ തകർന്ന് തരിപ്പണായിട്ടുള്ള അവസ്ഥയിലുള്ള ജഗൻ. പിന്നെ ഒരിക്കൽ നമ്മുടെ പൂരത്തിൻ്റെ അന്ന്, പന്തല്ലൂർ പൂരത്തിൻ്റെ അന്ന് ആളെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ 3 പ്രാവശ്യം വഴക്കുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ വഴക്ക് കണ്ടുമുട്ടിയ ദിവസം, പിന്നെ പന്തല്ലൂർ പൂരത്തിൻ്റെ അന്ന് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം കൂടി. പിന്നീട് വിരലുകൾക്ക് മോട്ടോർ വാഹനങ്ങളോട് കമ്പം കൂടിയ ജഗൻ, വിരലുകൾ നഷ്ടപ്പെട്ട സമയത്ത് എഴുത്ത് ആളി പിടിച്ച ജഗൻ. പിന്നെ ഒരു മാസം നമ്മൾ തർക്കിച്ച കാര്യം കൂടി പറഞ്ഞ് നിർത്തിക്കോളാം. ഞാൻ പറഞ്ഞല്ലോ, രാത്രി 12 മണിക്ക് എറണാകുളത്ത് നമ്മൾ പരിപാടിക്ക് അവിടെ ഞങ്ങളൊരു ഫ്യൂഷൻ നടത്തി. പോയിട്ട് വരുന്ന സമയത്ത് കലാമണ്ഡലം ഉണ്ടാക്കാൻ വള്ളത്തോളിനും ഗോവിന്ദരാജയ്ക്ക് പ്രചോദനമായി വർത്തിച്ച വ്യക്തി ആരായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടാകും. വർഷങ്ങൾക്ക് മുമ്പ് തർക്കിച്ച്. അങ്ങനെ പല രീതിക്കായിട്ട് വന്നിട്ടുള്ള രാത്രി പാട്ടുകളൊക്കെ പാടി വന്നിട്ടുള്ള പറയാൻ വാക്കുകളിൽ കൊട്ടുകാരനായിട്ട് പൂജാരിയായിട്ട് വേറെ സന്ദർഭത്തിൽ ഗണപതി ഹോമം ചെയ്യാൻ പോണ ജഗൻ, ആനപ്പുറത്ത് കയറിയിട്ടുള്ള ജഗൻ. അങ്ങനെയുള്ള ഒരു അസാധാരണ പ്രതിഭ. ആളുടെ കഴിഞ്ഞ പുസ്തകത്തിലെ സാരംഗിന്റെ സഞ്ചാരങ്ങൾ, അതിൽ പെനിൻസുലയ്ക്ക് ബൈക്ക് ഓടിച്ചു പോകുന്ന രംഗത്തുണ്ട്. അത് എനിക്കും ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു രംഗമാണ്. അത് വായിച്ചിട്ട് ഞാൻ 3-4 വട്ടം അത് ആവർത്തിച്ചു നോക്കിയിട്ടുണ്ട്. ഏതായാലും ജഗന്റെ ഈ സർഗപ്രതിഭ, ഒറ്റ വാക്യം, മഹൗഷധി നക്തമിവാത്മഭാസ എന്ന് പറഞ്ഞിട്ട് ഒരു വാക്യമുണ്ട് കാളിദാസന്റെ. ഒരു ആത്മഭാസം, ആത്മാവിന്റെ പ്രകാശം ചൊരിയാൻ ചില ചെടികൾക്ക് കഴിവുണ്ട്. ഏത് കാട്ടിലായാലും ഏത് ഇട്ടാലും ശരി, അതിൻ്റെ പ്രകാശം സ്ഫുരിക്കേണ്ട സമയത്ത് അത് സ്ഫുരിക്കും. മഹത്തായിട്ടുള്ള ഔഷധികൾക്ക് നക്തം, രാത്രി ആത്മഭാസം, അതിൻ്റെ ഉള്ളിലത്തെ പ്രകാശം സ്ഫുരിക്കാനുള്ള കഴിവുണ്ട്. ജഗൻ എന്നുള്ളത് ജന്മനാളുള്ള പ്രതിഭയായിട്ടുള്ള ആ മനുഷ്യൻ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയെങ്കിലും മഹൗഷധികളെ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിലെ പ്രകാശം, അദ്ദേഹത്തിൻ്റെ ജീവഗന്ധിയായിട്ടുള്ള എഴുത്തുകളായിരിക്കണം ഇപ്പം മേടിക്കാൻ പോകുന്നു, എഴുതിയിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ജഗന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു. അടുത്തതായി വിഷ്ണു സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് സന്തോഷത്തോടു കൂടി 2 വാക്ക് മാത്രം. ജഗൻ എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ്.
അദ്ദേഹത്തിൻ്റെ പുസ്തകപ്രകാശനം ഉണ്ട് എന്ന് കോഴിക്കോട് നിന്ന് വന്നതാണ്. 6:45 ബസ്സിന് എനിക്ക് പോവുകയും വേണം. ഇത്രയും വലിയ സമൃദ്ധമായിട്ടുള്ളൊരു സദസ്സിൻ്റെ മുന്നിൽ ഈ പരിപാടി അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് വലിയൊരു സന്തോഷമായി തോന്നുന്നു. പ്രത്യേകിച്ച് അശോകൻ സാറിൻ്റെയും ബാക്കിയുള്ള എഴുത്തുകാരുടെയും എല്ലാവരുടെയും കൂടെ നിന്നിട്ട് ഈ പരിപാടിയിൽ 2 വാക്ക് വർത്താനം പറയാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ജഗൻ്റെ ആദ്യത്തെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷേ സ്മൃതിയാനത്തിനെ പറ്റിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജഗൻ എഴുതിയിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ ഭൂമിക പഴയോട്ടുമുറി, അതേപോലെ തന്നെ പാത്രമംഗലം, കേച്ചേരി, വേലൂർ. ഞാൻ 1987 മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് തൃശ്ശൂർ ജോയിൻ ചെയ്ത സമയത്ത് ഈ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ വരാറുണ്ടായിരുന്നു. അവിടെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു ഭൂമിക എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നതുകൂടി ആയതുകൊണ്ട് വളരെയധികം സന്തോഷം. പിന്നെ മെഡിക്കൽ മേഖലയിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശാലമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, വളരെ സന്തോഷം. ഏതായാലും ജഗന് ധാരാളം വായനക്കാരുണ്ടാവട്ടെ, ഈ പുസ്തകം ധാരാളം വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. നന്ദി. സ്മൃതിയാനം പേര് പോലെ തന്നെ സ്മൃതികളിലൂടെ ഒരു യാത്ര. കണ്ട കാഴ്ചകളെയും കേട്ട വാക്കുകളെയും അനുഭവിച്ച ജീവിതങ്ങളെയും അക്ഷരങ്ങളാക്കി മാറ്റി വായനക്കാരന്റെ മനസ്സിൽ ഒരു നൊമ്പരവും ഒരു പുഞ്ചിരിയും ഒരേ സമയം സമ്മാനിച്ച കൃതി. ആ കൃതിയുടെ ശില്പി മലയാള സാഹിത്യത്തിന് ലഭിച്ച അമൂല്യമായ സമ്മാനം ശ്രീ ജഗൻ പാത്രമംഗലം. കാലം മായ്ക്കാത്ത ഓർമ്മകൾക്ക് ഭാഷ നൽകിയ നഷ്ടപ്പെട്ടു പോകാമായിരുന്ന ഒരുപാട് മനുഷ്യമുഖങ്ങളെ തൻ്റെ തൂലികയിലൂടെ വീണ്ടെടുത്ത എഴുത്തുകാരനാണ് അദ്ദേഹം. സ്മൃതിയാനം വായിച്ച ആർക്കും അറിയാം. ആ ഓർമ്മകളുടെ പുസ്തകത്തിന് പിന്നിലെ കഥയറിയാൻ, ആ യാത്രയുടെ വഴികളും വളവുകളും അറിയാൻ, ആ എഴുത്തിന്റെ ഉറവിടം തേടാൻ ഈ നമുക്ക് കാതോർക്കാം. ശ്രീ ജഗൻ പാത്രമംഗലത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അവതാരിക പറഞ്ഞ പോലെ സ്മൃതിയാനത്തിൻ്റെ യാത്രകളെ പറ്റി ഇനി ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് ഇപ്പോൾ ആദ്യമായി തന്നെ ഞാൻ പ്രതിസ്പന്ദന നിലയ്ക്ക് ഈ സദസ്സിൻ്റെ രണ്ടാമത്തെ നോവലായ സ്മൃതിയാനത്തിൻ്റെ പ്രകാശനത്തിന് വന്നിട്ടുള്ള വേദിയിലുള്ള പ്രശസ്തമായ വ്യക്തികളെയും സദസ്സിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെയും എൻ്റെ ബന്ധുക്കളെയും ഗുരുജനങ്ങളെയും എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. എൻ്റെ സാഹിത്യരംഗത്തിലേക്കുള്ള ആ പ്രവേശം നേരത്തെ പറഞ്ഞ പോലെ തൊഴിലാനന്ദം എന്ന നോവലിലൂടെ മറ്റാരെ പോലെ തന്നെ ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവൻ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥ വന്നതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു സൂക്ഷ്മജീവിയുടെ ആക്രമണം കൊണ്ട് ലോകത്തിലെ പല ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ സ്തംഭിക്കപ്പെട്ടു. പുതിയ ഇംഗ്ലീഷ് വാക്കുകൾ നമുക്ക് പഠിക്കാൻ സാധിച്ചു. ക്വാറന്റൈൻ, കൊറോണ, അങ്ങനെ പലതും. ആ സമയത്ത് മറ്റുള്ള പല വ്യക്തികളെ പോലെ, അല്ലെങ്കിൽ 99% വ്യക്തികളെ പോലെ ഞാനും തികഞ്ഞ ഏകാന്തതയിൽ തന്നെയായിരുന്നു. ആ ഏകാന്തതയാണ് ശരിക്കും എന്നെ എന്നിലേക്ക് തന്നെ കൂടുതൽ അടുപ്പിച്ചത്. ആ സമയത്താണ് ഞാൻ എന്നോട് കൂടുതൽ അടുത്ത സമയത്താണ് ഞാൻ എഴുത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ചെറിയ അറിവ് വെച്ച്, എൻ്റെ സാഹിത്യ ടേസ്റ്റ് വെച്ച് ഞാൻ എഴുതി തുടങ്ങി. അതിൻ്റെ വളരെ ചുരുങ്ങിയ സുഹൃത്തുബന്ധത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യലും അതിനെ കണ്ടെത്തി അഷ്റഫുക്ക എന്നെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയാണ് അത് ആദ്യത്തെ നോവൽ പുറത്തേക്ക് വരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ 3 വർഷം ആ നോവലിൻ്റെ പ്രകാശനത്തിന് ശേഷം ഞാൻ അടുത്ത നോവലിനെ പറ്റി നേരത്തെ സൂര്യമാഷ് പറഞ്ഞ പോലെ ചിന്തിക്കാൻ തുടങ്ങിയിരുന്നു, എഴുതി തുടങ്ങിയിരുന്നു. പിന്നെ പലതവണ അത് എഴുതി തുടങ്ങുകയും പകുതിയിൽ വെച്ച് നിർത്തുകയും കാൽഭാഗത്ത് വെച്ച് നിർത്തുകയും വേണ്ട എന്ന് തീരുമാനിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തതാണ്. പിന്നീട് സുപ്രഭാതത്തിലാണ് വീണ്ടും അതല്ല, അത് എഴുതി തീർക്കണം എന്ന് ഞാൻ ആലോചിക്കുന്നത്. ആ സമയത്ത് എൻ്റെ സുഹൃത്തുക്കളായ ജോൺ, വിഷ്ണു, അവരൊക്കെ എന്നെ പിന്താങ്ങിയിരുന്നു. അവർക്കൊക്കെ ഇതിൻ്റെ ഈ നോവലിൻ്റെ ആദ്യ രൂപങ്ങൾ കൊടുത്തിരുന്നു. അവരതിനെ വായിച്ച് വളരെ മനോഹരമായി പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് വീണ്ടും അതിനെ 2-3 തവണ റീറൈറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇന്നീ കാണുന്ന പുസ്തക രൂപത്തിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് ഇതിനെ പുസ്തക രൂപത്തിലേക്ക് എത്താൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ ബുക്സിൻ്റെ സഹായം തേടിക്കൊണ്ടു. ഗ്രീൻ ബുക്സ് അത് ചെയ്യാമെന്ന് തയ്യാറായി. അപ്പോഴും എനിക്ക് മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രശ്നം ഈ പുസ്തകം എങ്ങനെ പ്രകാശനം ചെയ്യുന്നതാണ്. ഞാൻ കുറേ ആലോചിച്ചിട്ട് അതിനൊരു പോംവഴി കണ്ടെത്തിയില്ല. അപ്പോഴാണ് വേലൂരിൻ്റെ തന്നെ ഒരു കരുത്തുറ്റ കൈകൾക്കുടമയായ
ജോർജ് സാറിനെ കാണാമെന്ന് തീരുമാനിച്ചത്. ജോർജ് സാറിനോട് പറഞ്ഞു, സാറായിരുന്നു ഇങ്ങനെ ഇതുണ്ട്, സാറൊന്ന് അങ്ങനെ വേണ്ട ചെയ്തു തരാമെന്ന്. അപ്പോൾ സാർ അതെന്താ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം, താങ്കളുടെ ഇത് വരുമ്പോഴും എന്ന് പറഞ്ഞു. ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും സാറിനോട് സംസാരിച്ചില്ല. സാറിൻ്റെ ആ വാചകങ്ങളിൽ എനിക്ക് അത്രമാത്രം ഒരു എന്താ പറയുക പൊന്നുകൊണ്ട് എഴുതിയ മാതിരി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എഴുതി തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ കേരളത്തിലെ തന്നെ ഇന്നത്തെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരായ അശോകൻ സാറിനെയും കുമാർ സാറിനെയൊക്കെ ഈ പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാൻ സാധിച്ചത് ഞാൻ അവർക്ക് നന്ദി ഞാൻ നടന്നുമായി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഈ പുസ്തകം ഈ രൂപത്തിലേക്ക് എത്തിയതിനു ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഗ്രാമക്കാരായ എൻ്റെ മാതൃമക്കളുകാർ തന്നെയാണ്. മാതൃമക്കളുകാർ അതിൻ്റെ ഭാഗമായി ഈ പുസ്തകം ഇറങ്ങാൻ തുടങ്ങുന്നു എന്നതിൻ്റെ ഭാഗമായി എന്നെ അനുമോദിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ വെക്കുകയും ഇവിടേക്ക് വരാം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ഇത് ഞായറാഴ്ചയായിരുന്നു ഈ പ്രകാശനം വെച്ചിരുന്നുവെങ്കിൽ ഇത് ഇവിടെ നയമായിരുന്നു. 150-ലധികം ആൾക്കാർ 200-ലധികം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. മാതൃമക്കളുകാർ തന്നെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ എല്ലാവരും സാധാരണക്കാരായ കാരണം, ജോലിക്കാരായ കാരണം, പല കാരണങ്ങൾ കൊണ്ട് പലർക്കും വരാൻ പറ്റാത്തതാണ്. എങ്കിലും ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ആശംസകൾ പുസ്തക വിവരണം നടത്തിയ ജോർജ് സാറിന് നന്ദി പറയുന്നു. പ്രകാശനം ആശംസകൾ പറഞ്ഞിട്ടുള്ള സതീഷ് സാറ്, സൂര്യൻ മാസ്റ്റർ, അബുക്ക, അഷ്റഫുക്ക, പിന്നെ എൻ്റെ അളിയനായ വിഷ്ണു, അങ്ങനെ എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പുസ്തകത്തിൽ തന്നെ സമയം ഒരുപാട് വൈകി. ഞാൻ ഒരു പ്രഭാഷകൻ അല്ല, എഴുത്തുകാരൻ മാത്രമാണ്. അത് തന്നെ തെളിഞ്ഞിട്ടുണ്ടോ എന്ന് കാര്യം തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കട്ടെ. എൻ്റെ പുസ്തകങ്ങൾ വായിച്ച് നിങ്ങളിൽ നിന്ന് പ്രോത്സാഹനമാണ് ഇതുവരെ എത്തിച്ചത്. ഞാൻ ഈ പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകുന്ന ഒരു വാഗ്ദാനം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ഒരു ചടങ്ങ് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് നന്ദിയുടെ വാക്കുകളിലൂടെയാണ്. സ്മൃതിയാനം എന്ന ഈ പുസ്തകത്തിൻ്റെ ജനനം ഇത്രയും മനോഹരമാക്കിയത് നിങ്ങളേവരുടെയും സാന്നിധ്യവും സഹകരണവും കൊണ്ടാണ്. സാഹിത്യത്തിൻ്റെ പൂന്തോപ്പിൽ ഒരു പുതിയ പുഷ്പം കൂടി വിടരുമ്പോൾ അതിന് വെള്ളവും വളവും വെളിച്ചവുമായ ഓരോ മനസ്സിനെയും ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ ഹൃദ്യമായ കടമ നിർവഹിക്കാനായി ഈ പരിപാടിയുടെ സംഘാടകനും ശ്രീ ജഗൻ പാത്രമംഗലത്തിൻ്റെ സഹയാത്രികനുമായ ശ്രീ വിഷ്ണു ഭവദാസ്, ശ്രീ വിഷ്ണുവിനെ നന്ദി പ്രകാശനത്തിനായി ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നന്ദി പ്രകാശനം എന്ന കർത്തവ്യമാണ് എന്നിൽ ഇപ്പോൾ നിക്ഷിപ്തമായിരിക്കുന്നത്. അതിനു പുറമെ നന്ദി പറയുന്നതിന് മുന്നേ എൻ്റെ മാത്രം ആഗ്രഹമാണ് എൻ്റെ ഒരു വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ നടത്തണമെന്നും സാഹിത്യ അക്കാദമിയിൽ നടത്തണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഗംഭീരമായി നടത്തണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഇതിന് മാക്സിമം ഒരു ബൂസ്റ്റ് വേണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് കാരണം വേറൊന്നുമല്ല, ഇത് ഈ നോവൽ ഓരോ അധ്യായം എഴുതുമ്പോഴും അത് വായിച്ച് അതിൻ്റെ ഒരു നിരൂപണം പറയാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വായനക്കാരനായതുകൊണ്ടല്ല, അത് ശ്രീ ജഗനും അറിയാം. കാരണം ഒരു സാധാരണക്കാരൻ വായിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു അധ്യായത്തിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് റിവ്യൂ ചെയ്ത് പറയാൻ ആയിരുന്നു ശ്രീ ജഗൻ ഉദ്ദേശിച്ചിരുന്നത്. അത് എന്നെ കൊണ്ട് പരമാവധി എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹം പ്രകാരം ഇങ്ങനൊരു ചടങ്ങ് ഇവിടെ നടത്തുകയും അതിന് മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ആൾക്കാരുടെ സാന്നിധ്യത്തോടുകൂടി ഇവിടെ നടത്താൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പുസ്തകം ഒരു നല്ല വിജയം ആയി ഒരുപാട് വായനക്കാരിൽ എത്തട്ടെ എന്നും ആശംസിക്കുന്നു, ശ്രീ ജഗനെ ആശംസിക്കുന്നു. ഇനി ഔപചാരികമായിട്ടുള്ള നന്ദി പ്രകാശനത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി തന്നെ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ അശോകൻ ചെരുവിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു.
അപ്പോൾ അതോടൊപ്പം പുസ്തകം സ്വീകരിച്ച ഡോക്ടർ MN വിനയകുമാർ, അദ്ദേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുസ്തകം ഏറ്റവും നല്ല രീതിയിൽ അവതരിപ്പിച്ച, പുസ്തക പരിചയം നടത്തിയ, ഇതിൻ്റെ ഉള്ളടക്കം ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും പരിചയപ്പെടുത്തിയ ശ്രീ ജോൺ ജോഫി മാഷ്ക്കും ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ആശംസകൾ അർപ്പിച്ച സൂര്യൻ മാഷ്, സൂരജ് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്, ശ്രീ സൂരജ് ES, അതേപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ആളിപ്പോൾ പോയി, അവർക്കും, അതേപോലെ ബാക്കി ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും, അഷ്റഫിക്ക, അതേപോലെ ബാക്കി എനിക്ക് പേര് മുഴുവൻ പറയാൻ ആർക്കാണെന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്, ആശംസകൾ അർപ്പിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം സ്വാഗതം ആശംസിച്ച ഞങ്ങളുടെ തന്നെ സ്വന്തം ആളാണ് ശ്രീമൻ ആനന്ദൻ MT, അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സ്ഥല സൗകര്യവും ഈ ഒരു റൂമും എല്ലാം തന്ന സാഹിത്യ അക്കാദമിക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഒപ്പം സൗണ്ട് സിസ്റ്റം, അതേപോലെ ബാക്കി ചായ, ഇതൊക്കെ സംഘടിപ്പിച്ചതിനും വീഡിയോഗ്രാഫേഴ്സും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.